കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ ഫാമിലി ഫെസ്റ്റിവലിൻ്റെ 3-ാമത്തെ സെക്ഷനിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. നമ്മളുടെ അടുത്ത സെക്ഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സെക്ഷനെ കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ 3-ാമത്തെ സെക്ഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീഷ് തന്നെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഈ 3-ാം ദിവസത്തെ 3-ാം സെഷനിലേക്ക് ഒരുമിച്ച് പ്രവേശിപ്പാൻ ഈ ഹാളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പൊന്നുനാമത്തിന് മഹത്വം കരയേറ്റുന്നു. രക്തത്താൽ ജയം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഞങ്ങളുടെ ആനുവൽ ക്യാമ്പിൻ്റെ 3-ാം ദിനം 3-ാം സെഷനിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് ചേർന്ന് വരുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും ഒരു പകലിലും വിശേഷപ്പെട്ട ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിനെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ മഹത്വകരമായ അപാരമേറിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ ആവേശത്തോടെ ദൈവസന്നിധാനത്തിലേക്ക് ഈ 3-ാം സെഷനിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ഈ സെഷനിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹീത കൊയർ ടീമിനെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ സെഷൻ സൈഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസൻ പാസ്റ്റർ എ.വി. ഏലിയാസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. പ്രത്യേകാൽ ഈ സെഷൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ നടുവിൽ വളരെ ആത്മനിയോഗത്തോടെ ദൈവവചനം കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദൈവദാസനെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഓരോ സെഷനിലും ഈ ഹാളിൽ ദൈവജനത്തിൻ്റെ മേൽ പകർന്ന അതേ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവോടെ ഞങ്ങളുടെ നടുവിലേക്ക് തൻ്റെ ദാസനെയും അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ദൈവവചനത്തിന് മുമ്പിൽ കാതോർത്തിരിക്കുന്നു. അങ്ങയുടെ ദാസനെ ഈ സെഷനിൽ അതിശക്തമായി ദൈവത്തിൻ്റെ അഭിഷേകത്തോടെ, ദൈവ കൃപയോടെ, ദൈവിക പരിജ്ഞാനത്തോടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടെ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ചില മിനിറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ സെഷനിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ ഫാമിലി ഫെസ്റ്റിലേക്ക് എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 3-ാമത്തെ സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഈ മലമടക്കുകളിൽ ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ മനോഹരമായ ഭാഗ്യം കർത്താവ് നമുക്ക് തന്നതിനായി ഇന്ന് പകൽ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്യാവോ? ദൈവം നമ്മോട് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കായി നന്ദി. തുടർന്ന് വേഗത്തിൽ നമ്മുടെ മീറ്റിങ്ങിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാ അഭിഷക്തന്മാർക്കായി നന്ദി പറയുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ അജു ഫിലിപ്പ് തോമസ് ആണ്. തൻ്റെ അഭിഷേകത്തിനെ ഇന്ന് പകലക്കാലം നമ്മുടെ സദസ്സിന് പരിചയപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വില്യം ലൂയിസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. തേജോമയനായ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഈ ഫാമിലി ക്യാമ്പിൻ്റെ ഫെസ്റ്റിവലിൻ്റെ 6-ാമത് സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്വൈറ്റ് ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് 6-ാമത്തെ സെഷനാണ്. കഴിഞ്ഞ സെഷനിലും ദൈവം നമ്മളെ സഹായിച്ചു. എന്നാൽ ഞാനിന്നിവിടെ നമ്മുടെ ഈ സന്ദേശം അറിയിക്കുന്ന അഭിഷിക്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജു ഫിലിപ്പ് തോമസിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദാസൻ നമുക്ക് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഫേസിറ്റി ദൈവസഭയിലും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. മുഖപരിചയമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസൻ പുനലൂർ സ്വദേശിയാണെങ്കിലും ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ USA ജനിച്ചതും വളർന്നതുമൊക്കെ ഗൾഫിലാണെങ്കിലും താൻ പഠിച്ചതും യൂണിവേഴ്സിറ്റി പഠനമൊക്കെ മാതാപിതാക്കളോടൊപ്പം അമേരിക്കയിൽ ചെയ്യുവാനിടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് മലയാളം എഴുതാനോ പറയാനോ ഒന്നും വശമില്ലാതെയാണ് ആ ചെറുപ്രായത്തിലൂടെ വളർന്നു വന്നത്. എന്നാൽ പഠന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ തൻ്റെ സ്വന്തം കാറിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സീനിയർ പാസ്റ്റർ ബാബു ജോൺ താൻ റെക്കോർഡ് ചെയ്ത വോക്കൽ ബൈബിൾ അത് കാറിലിട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ താൻ കാറിലിരുന്ന് കേട്ട് ആ മലയാളം പഠിച്ച് ആ മലയാളത്തിൽ നിന്ന് ഒരു അഭിഷിക്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ ലോകമെമ്പാടും ദൈവം ഈ നാളുകളിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് കരങ്ങൾ സ്തോത്രം ചെയ്യാം.
പ്രിയമുള്ളവരെ, ഞാൻ നോക്കുകയാണ്, എൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ല. പക്ഷേ ഈ നാളുകളിൽ ഇതുപോലുള്ള യൗവനക്കാർ നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ദൈവദാസനിലൂടെ ദൈവം നമ്മളെ കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് 50-50 6 ശുശ്രൂഷകളുടെ കഴിഞ്ഞപ്പോൾ പകുതി പേരും യൗവനക്കാരായിരുന്നു. അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ നമ്മുടെ സഭയിലും ഇതുപോലുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കരങ്ങളിൽ ദൈവത്തിൽ സ്തോത്രം കരയറ്റാം. പ്രിയമുള്ളൊരു സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നത്. പക്ഷേ യുദ്ധസമയത്തുണ്ടായ നമുക്കറിയാവുന്ന പോലെ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലായ നിമിത്തം തൽക്കാലം ആ സമയത്ത് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റ് 1-2 കൺവെൻഷനുകൾ അതുപോലെ സെമിനാറുകളിൽ പങ്കെടുത്ത ശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വരുവാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ട്രയംഫന്റ് ചർച്ച് ചിക്കാഗോ അവിടുത്തെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുകയാണ്. ആ സഭയെക്കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞുകൊള്ളട്ടെ. അവിടെ ആ സഭയിൽ വന്നു കൂടുന്നവരൊക്കെയും നാമധേയ ക്രൈസ്തവരും അന്യജാതിയിലുള്ളവരുമൊക്കെയാണ്. പക്ഷേ ഈ അഭിഷിക്തദാസൻ്റെ ശുശ്രൂഷ മധ്യേ അവിടെ ജനങ്ങൾ കേൾക്കുന്നവർ, അവിടെ വന്നു കൂടുന്ന ജനം മുഴുവനും ജാതികളായിട്ടുള്ളവർ അവിടെ കമിഴ്ന്ന് വീണ് കരഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കാഴ്ചകളാണ്. ഹല്ലേലൂയ ആ വിവരങ്ങളാണ് നമ്മൾക്കിവിടെ കേൾക്കാൻ ഇടയായി തീർന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ 1 വർഷമേ ആയിട്ടുള്ളൂ, 1 വർഷം ആകുന്നേ ഉള്ളൂ വിവാഹിതനായിട്ട്. കർത്താവിൻ്റെ ദാസന് ലഭിച്ചിരിക്കുന്ന സഹധർമ്മിണി ഡോക്ടർ സ്റ്റെസി അജുവിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ജോലിയിലായിരുന്നെങ്കിലും തൽക്കാലം വിസ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നതുകൊണ്ട് ആ ജോലി റിസൈൻ ചെയ്ത് പോകുവാനുള്ള കാര്യങ്ങളിലൊക്കെ ക്രമീകരണത്തിലൊക്കെ ആയിരിക്കുന്നു. കുടുംബത്തെ ഓർത്ത് കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ അഭിഷിക്തദാസനെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഒരുമിച്ച് ഈ ഫാമിലി കോൺഫറൻസിൽ, ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഫാമിലി കോൺഫറൻസിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സർവ്വകൃപാലുവായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ വലിയ പദവിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ ബാബു അങ്കിളിൽ നിന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പാസ്റ്റർ ബാബു ജോൺ, കർത്താവിൻ്റെ ദാസി സിസി ആൻറ്റിക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ വരാനും കർത്തൃദാസൻ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് സഭയോടും കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്? ഇന്നലെ ഞങ്ങളിവിടെ വന്നിരുന്നു. എനിക്കറിയാം വളരെ ശക്തമായ മീറ്റിങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ ദൈവപ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, ഒരു ആശയം ഞാൻ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾ അല്പം ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ഞങ്ങളിങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ വന്ന സമയത്ത് ഈ പരിസരത്തുള്ള ഞങ്ങളിങ്ങനെ വഴി നോക്കി ചോദിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഈ കുരിശുമലയ്ക്ക് പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു. പെന്തിക്കോസ്തുകാരുടെ മീറ്റിംഗ് ആണോ അതോ ദുഃഖവെള്ളിക്ക് പോവാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും വേണ്ടിയില്ല. പക്ഷേ അദ്ദേഹം പറയുക, അയ്യോ അവിടെ ഒന്നും അടുക്കാനൊക്കത്തില്ല, കേരളത്തിലെല്ലാ പെന്തിക്കോസ്തുകാരും അവിടെ വന്നിട്ടുണ്ടെന്ന്. കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യം, അഭിഷേകം ഒരു സ്ഥലത്ത് വന്നാൽ ആ സ്ഥലത്തെ ഹൈജാക്ക് ചെയ്യും. യെസ് ഞാൻ വീണ്ടും പ്രവചിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ദൈവമക്കളെ കൊണ്ട് ബുക്ക് ചെയ്ത് വലിയ പ്രവർത്തികൾ കർത്താവ് ഈ തലമുറയിൽ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ കണ്ണാലെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങളതിനെ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. 1-2 പേരോ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഓർക്കണം, 500 പേര് 10,000 പേര് ഇത്രയും വണ്ടിക്കൂലി മുടക്കി
മുടക്കി ഡ്രൈവ് ചെയ്ത് പെട്രോൾ മുടക്കി നിങ്ങൾ ഒരു സ്ഥലത്ത് കാല് വെച്ച് യേശുവിൻ്റെ രക്തം ജയം പറഞ്ഞാൽ ഈ വാഗമണ്ണിൽ അന്ത്യകാലത്തൊരു ഉണർവുണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ എൻ്റെ കൂടെ സമ്മതിക്കും പാസ്റ്റർ? എൻ്റെ നന്മ സുവിശേഷീകരിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം! നിങ്ങൾ ഇവിടെ ചവിട്ടിയ നിമിത്തം ഇവിടെ നന്മ സുവിശേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങൾ ഡീആക്ടിവേറ്റ് ആവുകയാണ്. ഏതൊക്കെയോ കുടുംബങ്ങൾ നരകത്തിന്റെ പടിവാതിൽ നിന്ന് സ്വർഗത്തിലെ കവാടത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു അറിയാതെ ഈ ദേശത്തിൽ ദൈവദൂതന്മാർ പാളയം ഇറങ്ങിക്കഴിഞ്ഞു. ഈ ദേശത്തിന് ചുറ്റും ദൈവദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുള്ളൊരു ദൂതാണ്. എന്നെ ഏറ്റവും അധികം എക്സൈറ്റിപ്പിച്ചൊരു ദൂതുണ്ട് വേദപുസ്തകത്തിൽ. കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദയവായിട്ട് ക്ഷമിക്കണം, ഞാൻ യൂത്ത് മീറ്റിങ്ങിൽ ശുശ്രൂഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കർത്താവ് അതിനകത്ത് കുഞ്ഞുങ്ങളെയൊക്കെ തൊടുന്നത് കാണാൻ കർത്താവ് കൃപ ചെയ്ത് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു, ഈ ശുശ്രൂഷയ്ക്കകത്ത് അടുത്തൊരു തലമുറ ദൈവം റൈസപ്പ് ചെയ്യാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഫെയ്ത്ത് സിറ്റിയിൽ തലമുറകൾ ഇല്ലാതെ പോവുകയില്ല. അടുത്ത ബറ്റോൺ കൈമാറാൻ, അടുത്ത പുതപ്പ് പിടിക്കാൻ ഒരു തലമുറ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ കണ്ണുനീര് വെറുതെയല്ല, നിങ്ങളുടെ ഓട്ടം വെറുതെയല്ല, നിങ്ങളുടെ ശുശ്രൂഷ വെറുതെയല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വേഗത്തിൽ ഞാൻ മടങ്ങി വരട്ടെ. എന്നെ ഏറ്റവും അധികം വേദപുസ്തകത്തിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ദൂതാണ് പ്രവാചകനായ ഏലിയാവിൻ്റെ ദൂത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൂതാണ്. യഹോവയായ ദൈവം ഏലിയാവിനോട്, ഞാൻ ഒത്തിരി എത്ര അത് ധ്യാനിച്ചാലും എനിക്ക് മതി വരത്തില്ല. ഞാൻ തീമിലേക്ക് വരും, എന്നെ ഏൽപ്പിച്ച കർത്താവിൻ്റെ വചനത്തിലേക്ക് ഞാൻ വരും. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് ആ വചനത്തിലേക്ക് കയറാനാണ് നിയോഗം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് ഏലിയാവ്. കാരണം എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ അതോറിറ്റിയെ ഇത്രത്തോളം എക്സസൈസ് ചെയ്തൊരു പ്രവാചകൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഏലിയാവിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു എന്നല്ല അവിടെ വാക്യം, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞെന്നാണ് വാക്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വെളിപ്പാടാണ്. നിങ്ങൾ ഓർക്കണം, 3.5 വർഷം മുമ്പ് പ്രാർത്ഥിച്ച് ആകാശം അടച്ച ആള് 3.5 വർഷം കഴിഞ്ഞ് ആകാശം പ്രാർത്ഥിച്ച് തുറന്നല്ലോ. അതൊരു ഭയങ്കര കാര്യമാണ്, ഭയങ്കര വെളിപ്പാടാണ്. എന്താ കാര്യം എന്നറിയാവോ? 3.5 വർഷം മുമ്പ് നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിച്ച എത്ര പേര് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്? 3.5 വർഷം കത്തി കയറി ശുശ്രൂഷിച്ച എത്ര പേര് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്? എനിക്ക് മനസ്സിലായത്, ഏലിയാവിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഭയങ്കര കാര്യമുണ്ട്. 3.5 വർഷം ദേശത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടായപ്പോൾ താൻ ആത്മീയ ശുശ്രൂഷയിൽ ശോഷിച്ച നല്ല വചനം 3.5 വർഷം കൊണ്ട് തൻ്റെ അഭിഷേകം വർദ്ധിച്ചു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 3.5 വർഷം ദേശത്തെങ്ങും ക്ഷാമം വന്ന് ദേശം മുഴുവൻ വിണ്ട് കീറിക്കിടക്കുമ്പോൾ, ആമേൻ, ചൂടുകൊണ്ട് അന്നത്തെ ഗ്രൗണ്ട് ഫീൽഡുകൾ മുഴുവൻ പഴുത്ത് കിടക്കുമ്പോൾ തൻ്റെ അഭിഷേകം അതിനകത്തുനിന്ന് മുളകളെ പുറപ്പെടുവിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഉണങ്ങിപ്പോയ അസ്ഥിത്താഴവരെ എഴുന്നേൽപ്പിക്കാൻ ഇനി ഒരിക്കലും മുളപ്പിക്കത്തില്ല എന്ന് പിശാച് വാദിച്ചടത്ത് നിന്റെ അധികാരം ഉപയോഗിച്ച് ചിലതിനെ വീണ്ടും പൊട്ടി പുറപ്പെടുവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ തൻ്റെ ഇടത്തോടാമേൻ പറയും? ആമേൻ. ഞാൻ ആ ദൂത് കംപ്ലീറ്റ് ചെയ്തില്ല, ദൂതിലേക്ക് വരട്ടെ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, ഞാൻ നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് സാരഫത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഷിനി പാസ്റ്ററെ. അദ്ദേഹം പറഞ്ഞ, കർത്താവ് പറയാ ഏലിയാവിനോട്, നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് ഞാൻ സാരഫത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഏലിയാവ് സാരഫത്തിലെ വിധവയുടെ വീട്ടിൽ പോയപ്പോൾ ഏലിയാവാണോ പോറ്റി പുലർത്തപ്പെട്ടെ അതോ സാരഫത്തിലെ വിധവയാണോ? നിങ്ങൾ എനിക്ക് മറുപടി തരുന്നില്ല. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് ഞാൻ സാരഫത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അതാണ് ദൂത്, അതാണ് നിന്നോടുള്ള സന്ദേശം, അതാണ് നിനക്കുള്ള ഡയറക്ഷൻ. പക്ഷെ നിങ്ങൾ എന്നെ നോക്കി ഒന്ന് പറഞ്ഞേ, ഏലിയാവ് സാരഫത്തിലെ വിധവയുടെ വീട്ടിൽ പോയപ്പോ ഏലിയാവാണോ പോറ്റി പുലർത്തപ്പെട്ടത് അതോ വിധവയാണോ? എനിക്ക് മനസ്സിലായി, അഭിഷിക്തൻ ഒരിടത്ത് കാല് വെച്ചാൽ ആ വീട്ടിലെ പട്ടിണി മാറും.
ഓ കമോൺ റാധനസ്മൈദിനി. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അഭിഷേകം ഒരിടത്ത് കാലുവെച്ചാൽ ആ സ്ഥലത്തെ ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവിനെ ഹൈജാക്ക് ചെയ്യാനുള്ള അഭിഷേകം നിന്റെ വീടിനകത്തുണ്ട്. ഞാൻ ആരോഗ്യം നോക്കി പ്രവചിക്കുകയാണ്. സ്നേഹിതരെ, നീ കണ്ടുമുട്ടിയ കർത്താവ് നിന്നെ പട്ടിണിയിലാക്കുന്ന ദൈവമല്ല. നിന്നെ പട്ടിണിയിൽ നിന്ന് വീണ്ടെടുത്ത് ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരോട് കൂടെ പന്തി ഭോജനത്തിന് ഇരുത്തുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. ചേർന്നൊരു ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വീണ്ടും ഞാൻ പറയുകയാണ്, ഈ വാഗമണ്ണിൽ ഒരു ഉണർവുണ്ടാകും. ഈ വാഗമണ്ണിനെ യേശു തൊടും. നിങ്ങളിവിടെ വെറുതെ വന്നതല്ല. എന്നെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ദൂതുണ്ട്, എടുക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി. 1 ശമൂവേൽ 7 നിങ്ങൾക്കറിയാമോ, ശമൂവേൽ ഇസ്രായേലിൽ രാജാവാകുന്നതിന് മുൻപ് തന്നെ പ്രവാചകനുമായിരുന്നു. അദ്ദേഹം ന്യായപാലകനുമായിരുന്നു. അദ്ദേഹം ജഡ്ജായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പ്രതിസന്ധി നേരിട്ടു. ഫെലിസ്ത്യൻ ഭയങ്കരമായി ഇസ്രായേലിന് നേരെ അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് അവർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭാഷ പാല് കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് അദ്ദേഹം യാഗം കഴിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഭാഷ പറഞ്ഞ അവരവിടെ നന്നായിട്ട് ആരാധിച്ചു. അവിടെ ഒരു കല്ലെടുത്തു വെച്ചു, എന്നിട്ട് എബനേസർ എന്ന് പേരിട്ടു. ഇത്രത്തോളം യഹോവ സഹായിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതങ്ങോട്ട് പറയുകയും ബൈബിൾ പറയുകയാണ്, പിന്നെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായി. അടുത്ത പദം, ഫെലിസ്ത്യർ ഒതുങ്ങിപ്പോയി. നീ ഓരോ പ്രാവശ്യം കൈയടിക്കുമ്പോ, നീ ഓരോ പ്രാവശ്യം ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുമ്പോ നീ ഓർത്തോണം, ഫെലിസ്ത്യൻ ഒതുങ്ങുകയാണ്. ദൈവത്തിന്റെ കൈ പൈശാചിക മണ്ഡലങ്ങൾക്ക് വിരോധമാവുകയാണ്. ഈ ദേശത്തെ ദൈവം കൈവിടുകയില്ല. ഞാൻ ഫെയ്ത്ത് സിറ്റി നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾ ക്യാമ്പടിച്ച ഓരോ സ്ഥലങ്ങളിലും ഓരോ സഭകൾ ഉളവാകും. പട്ടണങ്ങൾ സഭയാകുന്ന വലിയ ദൈവപ്രവർത്തികൾ. അപ്പോസ്തല പ്രവൃത്തി 13:44. പിറ്റേ ശബത്തിൽ പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കേണ്ടതിന് ഓടി വന്നു എന്ന് വായിക്കുന്നത് പോലെ പട്ടണങ്ങൾ സഭയാകുന്നത് ഫെയ്ത്ത് സിറ്റി കാണാൻ പോവുകയാണ്. ഇനി എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ മടങ്ങി വരണമല്ലോ. തീമിനോട് നീതി പുലർത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ആ ഭാഗങ്ങളിലേക്ക് വരികയാണ്. എനിക്കറിയാം, കഴിഞ്ഞ ചില മണിക്കൂറുകളായി, ദിവസങ്ങളായി നിങ്ങൾ ഈ തീമിൽ നിന്ന് എന്നെ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിലേക്ക്, എന്നെ ഏൽപ്പിച്ച ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എന്താകണമെന്നൊക്കെ കർത്താവിൻ്റെ ദാസൻ എടുത്തത് നമ്മൾ ശ്രദ്ധിച്ചു. I am very sure that the guest speakers and the mainline preachers have already mentioned you about everything that is concerned with your eternal destiny. നിങ്ങളുടെ നിത്യതയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ നിങ്ങളോട് കൈമാറി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പക്ഷേ എന്നെ ഇവിടെ ചിന്തിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എന്നെ കർത്താവിൻ്റെ ആത്മാവ് ഏൽപ്പിച്ച ദൂത് നിങ്ങളുടെ വിളിയുമായി ബന്ധപ്പെട്ട ഓട്ടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 3:14 നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിനുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരമവിളി. ഉറക്കെ പറഞ്ഞേ, പരമവിളി. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ട് പറയാമെങ്കിൽ പറഞ്ഞോ, ഹൈ കോളിംഗ്. എനിക്ക് ആ പദത്തിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചു നേരം ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര പേർക്കറിയാം, നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ്, കർത്താവിൻ്റെ വിളി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടായിട്ടും നിങ്ങൾ ഇന്നും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരുപാട് പേര് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി വെല്ലുവിളികൾ പൈശാചിക ലോകം മുഴുവൻ നിങ്ങളെ താറുമാറാക്കേണ്ടതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും ഒരു ഹൈ കോളിംഗ് നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് നീ ഇന്നിവിടെ ഇരിക്കുന്നത്. മൈ ഗുഡ്നസ്. ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുന്നു. ഈ സെഷനിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ചിലരുടെ കോളിങ്ങിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ്, ചിലരുടെ വിളിയിലേക്ക് ദൈവം നടത്താൻ പോവുകയാണ്. ആ വിളിക്ക് വിരോധമായി വരുന്ന എല്ലാ ഹിൻഡ്രൻസസും, എല്ലാ ബ്ലോക്കുകളും, എല്ലാ തടസ്സങ്ങളും ഈ ശുശ്രൂഷയിൽ തകരപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വാസത്തോടെ കരമടിച്ച് യേശുവിന് ആരാധന കൊടുക്കും? നിന്റെ വിളിക്ക് വിരോധമായി ആരെഴുന്നേറ്റാലും അതിനെ തകർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മടങ്ങി വരട്ടെ. പരമവിളിയുടെ വിരുദിനായി ഓടുക എന്നാ പരമവിളി. എല്ലാവരും പറഞ്ഞ ഹൈ കോളിംഗ്.
എനിക്ക് ഈ ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം എനിക്ക് ഭയങ്കര പ്രസക്തമായിട്ട് തോന്നി. നിങ്ങളെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? അടുത്ത പദമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പൊ ചുമ്മാ ഓടിയിട്ട് കാര്യമില്ല, പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. വെറുതെ ഓടിയിട്ട് കാര്യമില്ല, പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ഞാൻ ഈ പദം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഞാൻ പഠന വിധേയമാക്കിയപ്പോൾ ഒരുപാട് ദൂതുകൾ എന്നോട് ദൈവം സംസാരിച്ചു. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഹൈലൈറ്റ് ചെയ്യണം എന്ന് എടുത്തു പറഞ്ഞ ചില ദൂതുകൾ നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിന് മഹത്വം. എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞ്, പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അയ്യോ ഒന്നുകൂടെ പറഞ്ഞ്, പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓട്ടക്കളത്തിൽ ഓടുന്ന നിനക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. എനിക്കത് വേണമെന്നൊരു ദൃഢനിശ്ചയം നിനക്കുണ്ടാകണം. ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങൾ മറക്കരുത്. ഒന്ന്, ഓട്ടത്തിന് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അല്ലേ? ഓട്ടത്തിന് എപ്പോഴും എന്തുണ്ട്? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. 2, ഓട്ടത്തിന് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ. സ്കോപ്പോസ് എന്ന് ഗ്രീക്കിൽ പറയും. സ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് ഓടുക, ലക്ഷ്യത്തിലേക്ക് ഓടുക എന്നൊക്കെയാ വാക്കിനർത്ഥം. ലക്ഷ്യത്തിലോട്ട് ഓടുക. അപ്പം ഓട്ടത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഓട്ടത്തിന് ഒരു ഡെസ്റ്റിനി ഉണ്ട്, അഥവാ ഓട്ടത്തിന് ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓട്ടത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഓട്ടത്തിന് ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഓട്ടത്തിൽ എല്ലാവരും, പൗലോസ് പറയുന്ന പദം ശ്രദ്ധിക്കണം, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. എനിക്ക് ആ വാക്ക് ഭയങ്കര പ്രസക്തമായിട്ട് തോന്നി. കാരണം ഇതൊരു കൂട്ടത്തെ ബേസ് ചെയ്തല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പകരം വ്യക്തിപരമായി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൂതായതുകൊണ്ടാണ് ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഈ ദൂത് ആദ്യം എന്നോട് പറയുമ്പം എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പദം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്പിരിച്വൽ റൺ ഫോർവേഡ്, സ്പിരിച്വൽ റൺ. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്. സ്പിരിച്വൽ റൺ ഫോർവേഡ്, സ്പിരിച്വൽ റൺ അപ്വേർഡ്. നിങ്ങൾക്കറിയാമോ, ഈ റൺ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രതികരണമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. നമ്മളത് പഠിക്കാൻ പോവാം. ഈ റൺ അഥവാ ഓടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതികരണമാണ്. മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഞാൻ പറയും അതൊരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വളരെ പ്രസക്തമായൊരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് ശമരിയ പട്ടണത്തിൽ ഉണർവ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. ആമേൻ പറഞ്ഞില്ല. അടുത്ത പദം, നീ തേരിനോട് ചേർന്ന് നടക്ക. പക്ഷെ അടുത്ത പദം എഴുതിയിരിക്കുന്നത് 8:20 എൻ്റെ ഓർമ്മ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ആ പദമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിന് മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഓർക്കണം, ശമരിയയിൽ വലിയ ഉണർവ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഫിലിപ്പോസിന് നേരിട്ട് കേൾക്കുകയാണ്. ഫിലിപ്പോസ് നേരിട്ട് കേൾക്കുന്ന ശബ്ദം ഇതാണ്: നീ തേരിനോട് ചേർന്ന് നടക്കണം, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. പക്ഷേ 8-ാമത്തെ അധ്യായത്തിൽ എന്നെ ചിന്തിപ്പിച്ച വാക്യം അതല്ല. എന്നെ ചിന്തിപ്പിച്ച വാക്യം ഏതാണെന്നറിയാമോ? നടക്കാൻ പറഞ്ഞ ഫിലിപ്പോസ് നടന്നു എന്നല്ല വാക്യം, ഓടി എന്നാണ് വാക്യം. എടാ ഫിലിപ്പോസ്, നിന്നോട് പറഞ്ഞ തേരിനോട് ചേർന്ന് നടക്കാനല്ലേ, നീ എന്തിനാ ഓടിയേ? കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, വിളിയുള്ളവൻ നടക്കുകയല്ല, അവൻ്റെ റെസ്പോൺസിന് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. റാം ശതര പ്രബദന ലബർത്തന. വിളിയുള്ളവന്റെ പ്രത്യേകത, അവന്റെ നടപ്പിനകത്തൊരു വ്യത്യാസമുണ്ട്. 8:30 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഫിലിപ്പോസ് ആ ശബ്ദത്തോട് പ്രതികരിച്ച രീതി, ദൈവത്തിന്റെ ആത്മാവ് നടക്കാനാ പറഞ്ഞേ. പക്ഷെ ബൈബിൾ പറയുന്നു ഫിലിപ്പോസ് തേരിനോട് ഓടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സ്പീഡിനോട് ഓടിച്ചേർന്നു. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. നിന്റെ അകത്ത് ദൈവം ഒരു ദർശനം ഇട്ടിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ സ്പീഡ് ഉള്ള തേരാണെങ്കിലും നീ അതിനെ ഓവർടേക്ക് ചെയ്യും.
ഓ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ദൈവം നിന്റെ അകത്തൊരു ശുശ്രൂഷ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഓടാനല്ല ദൈവം വിളിച്ച്, നീ നടന്നല്ല കയറി ചെല്ലാൻ പോകുന്നേ, നീ ഓടി ചെല്ലാൻ പോവുകയാണ്. നിന്റെ സ്പീഡിനെ കുറയ്ക്കുന്ന എത്ര പ്രതികൂലങ്ങൾ വന്നാലും നിന്റെ വേഗതയെ കൂട്ടുന്ന ഒരു അഭിഷേകം ഇന്ന് പകലിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ചേർന്ന് കർത്താവിന് സ്തോത്രം പറയും? എനിക്ക് ആ ദൂതിലൊന്ന് നിൽക്കണേ. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ ആ ദൂതിലൊന്ന് നിൽക്കണം. എന്താ കാര്യം? ഞാൻ ഈ ഓട്ടത്തെ വിളിക്കും റൺ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിന്റെ ഓട്ടം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ, അനുസരണത്തിന്റെ ഓട്ടം. എന്തുകൊണ്ടാന്ന് അറിയണമെങ്കിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരണം. നിങ്ങൾ ഓർക്കണം, ഈ 8-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ ഉണർവ് യെരുശലേമിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. എന്നാൽ 8-ാമത്തെ അധ്യായം എത്തിയപ്പോഴാണ് യെരുശലേമിന്റെ ബൗണ്ടറിയെ ക്രോസ് ചെയ്തുകൊണ്ട് സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. ഞാൻ ചിലരോടൊക്കെ ആത്മാവിൽ ദൂത് പറയുകയാണ്, ചില കഷ്ടപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ വന്നത് ചില ബൗണ്ടറികളെ പൊട്ടിക്കാനാണ്. ഓ റൈഷ്മതല പ്രവർത്തന. ആ വെല്ലുവിളി നിന്റെ ജീവിതത്തിൽ വന്നത് എന്തിനാണെന്നറിയാവോ? ആ കല്ലേറ് സ്തേഫാനോസിനെതിരെ വന്ന എന്തിനാണെന്നറിയാവോ? അവിടവിടങ്ങളിൽ സുവിശേഷം എത്താൻ. യെരുശലേമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന സുവിശേഷം യെരുശലേമിന്റെ ബൗണ്ടറിയെ പൊട്ടിച്ചുകൊണ്ട് അടുത്ത ആത്മതലത്തിലേക്ക് പോയെങ്കിൽ ഞാൻ ആരോടൊക്കെ ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി വന്നത് കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നിന്നെ ശീലിപ്പിച്ച ദൈവ കൃപയ്ക്കായി എത്ര പേർ ഇന്ന് പകലിൽ കർത്താവിന് ആരാധന കൊടുക്കും? പ്രവർത്തനം. ഓ സ്തോത്രം. ബൈബിൾ പറയുകയാണ്, ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ആ ഫിലിപ്പോസിന്റെ ഓട്ടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഫിലിപ്പോസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയത് മേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. 6-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് മേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. അന്നത്തെ കാലത്ത് ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത് പത്രോസ്, യോഹന്നാന്, ശിഷ്യന്മാര്, അവരാണ് ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഫിലിപ്പോസ് എവിടാന്ന് ചോദിച്ചാൽ, സ്തേഫാനോസ് എവിടാന്ന് ചോദിച്ചാൽ അവരെ ആ മേശയുടെ മേലുള്ള ശുശ്രൂഷയെ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ അവരൊന്നും ഫ്രണ്ട് ലൈനിൽ കണ്ടില്ല, അവരൊക്കെ പുറകിലുള്ള ഏതൊക്കെയോ തലങ്ങളിലാണ് നിന്ന്. പക്ഷെ ആത്മാവ് എന്നോട് ഇടപെട്ടൊരു ദൂതുണ്ട്. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, സമയമായി ഫെയ്ത്ത് സിറ്റിയിൽ പിറകിലേക്ക് പോയ ചിലരെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന അടുത്തൊരു ആത്മതലം തുറക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ എത്ര പേര് പറയും യെസ് ഹിയർ ഐ ആം ഓ ഗാഡ്, ഹിയർ ഐ ആം ഓ ഗാഡ്. ഏതൊക്കെയോ മേശകളിൽ ഒതുങ്ങിപ്പോയ, ഏതൊക്കെയോ പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങിപ്പോയ ആരൊക്കെയോ കേരളത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് യേശുവിന് ആരാധന കൊടുക്കുക. പത്രോസ് ഇനി എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി അപ്പോസ്തലന്മാരെ കാണും. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് പത്രോസ്, യോഹന്നാനുമാണ്. കാരണം അവർ പ്രസംഗിച്ച് കഴിഞ്ഞ ആലയത്തിൻ്റെ എൻട്രൻസിൽ എത്തിയപ്പോൾ തന്നെ മുടന്തൻ സൗഖ്യമാകാൻ തുടങ്ങി. അവരെ പിടിച്ചു കെട്ടിയ സമയത്തും അവരെ പിടിച്ചു കെട്ടിയ എല്ലാ പ്രതിബന്ധങ്ങളെ തകർത്ത് അവർ പുറത്തു വരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ ലീഡേഴ്സായ പത്രോസ്, യാക്കോബ്, യോഹന്നാന്, യേശുവിന്റെ ശിഷ്യന്മാരാണ്. പക്ഷെ 8-ാമത്തെ അധ്യായത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കർത്താവ് ഫിലിപ്പോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, തൊട്ട് മുമ്പിലത്തെ 7-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ വിഷമം വന്നിട്ട് നിൽക്കുക. തൻ്റെ കൂടെ ശുശ്രൂഷിച്ച, തൻ്റെ കൂടെ പ്രാർത്ഥിച്ച, തൻ്റെ കൂടെ ആരാധനയ്ക്ക് പൊക്കൊണ്ടിരുന്ന, ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്ത, ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൈത്താങ്ങിയ സ്തേഫാനോസ് മരണം അടഞ്ഞിട്ട് നിൽക്കുക. ഫിലിപ്പോസിനോട് ഒരു ദൂത് ചോദിച്ചാൽ ഫിലിപ്പോസ് പറയും, പക്ഷേ എനിക്ക് അതിനകത്ത് ദുഃഖമൊന്നുമില്ല. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ കർത്താവ്, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കർത്താവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റാണ് എൻ്റെ സഹോദരൻ സ്തേഫാനോസിനെ സ്വീകരിച്ചത്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഈ ഓട്ടക്കളത്തിൽ ഒത്തിരി പേർ കർത്താവിൻ്റെ കൂടെ ചേർക്കപ്പെട്ടാലും അവർ നിദ്ര പ്രാപിച്ചാലും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്നറിയാവോ? സിംഹാസനിരിക്കുന്ന മനുഷ്യപുത്രൻ
സ്തോത്രൻ. ആ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ച പലരെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ചേർന്ന് കർത്താവിന് സ്തോത്രം പറയണം. ഇനി 8-ാമത്തെ അധ്യായത്തിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. എൻ്റെ എക്സൈറ്റ്മെന്റ് കാര്യം എന്നാണെന്നറിയാമോ? ഫോർ ഫ്രണ്ടിൽ നിന്ന ഒരു ശുശ്രൂഷകനാണ് ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ചതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കണം, മേശമേൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അടുത്ത പദം ഭയങ്കര. നിങ്ങളൊന്ന് ആരാധിക്കാൻ മനസ്സോടിരിക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയങ്കര ബ്രേക്ക് ത്രൂ ഈ ദൂതിന്റെ മുമ്പിൽ നടക്കാൻ പോവാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട പദം അവിടെ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പോസ് അത്ഭുതങ്ങളെ കുറിച്ചല്ല പ്രസംഗിച്ചേ. ഫിലിപ്പോസ് അടയാളങ്ങളെ കുറിച്ചല്ല പ്രസംഗിച്ച്, എങ്ങനെ അടയാളം ചെയ്യാം എന്നല്ല ഫിലിപ്പോസ് പ്രസംഗിച്ചത്. ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്നോട് ദൈവാത്മാ പറഞ്ഞു, നീ എവിടെയാണോ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അവിടെ അടയാളം നടന്നിരിക്കും, അവിടെ അത്ഭുതം സംഭവിച്ചിരിക്കും. യേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാവിൽ ആരോഗ്യം നോക്കി പ്രവചിക്കുന്നു. നീ ഏതൊക്കെ മേഖലകളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നോ അവിടൊക്കെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും നിന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഭയങ്കര ദൈവപ്രവൃത്തി നടന്നു. സന്തോഷം. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ഭയങ്കര ദൈവപ്രവൃത്തി നടന്ന ദൈവപ്രവൃത്തി ഇതാണ്. അടയാളങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. കണ്ടോണ്ടിരുന്ന ജനം മുഴുവൻ ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ പദം ഒന്ന് തുടരണമെന്നുണ്ട്. ഒറ്റ വാക്കിൽ ബ്രീഫായിട്ട് മാത്രം ഒന്ന് പറയാം. ലൂക്കോസിന്റെ എഴുത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഏക മനസ്സ്. അവരൊരുമിച്ച് എന്ന വാക്കൊക്കെ, യൂണിറ്റി. അത് ലൂക്കോസിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും നിങ്ങൾക്ക് ആ വാക്ക് കാണാൻ കഴിയും, അപ്പോസ്തല പ്രവൃത്തിയിലും കാണാൻ കഴിയും. അവിടെ നിൽക്കട്ടെ, ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കണം, ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു ക്രൗഡ് മുഴുവൻ ക്രിസ്തുവിലേക്ക് ഫോക്കസ് തിരിയുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് കേൾക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ബൈബിൾ പറയുകയാണ്, താൻ പ്രസംഗിച്ചപ്പോൾ അത്ഭുതവും അടയാളവും മാത്രം സംഭവിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ഭയങ്കര ഡെലിവറൻസ് ജനത്തിൻ്റെ ഇടയിൽ നടക്കാൻ തുടങ്ങി. ദേശത്തിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകർ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു സിറ്റിയിൽ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു സിറ്റിയിൽ ഒരു മനുഷ്യൻ നിന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ കനം നിങ്ങൾ കണ്ടോ? അവിടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ ആഴം നിങ്ങൾ കണ്ടോ? അത്ഭുതം കൊണ്ട് തീരുന്നില്ല, അടയാളം കൊണ്ട് തീരുന്നില്ല, പക്ഷപാതക്കാരെ കൊണ്ട് തീരുന്നില്ല, മുടന്തരെ കൊണ്ട് തീരുന്നില്ല. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ പോലും സൗഖ്യമാകത്തക്ക നിലയിൽ ആ ദേശത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ അടുത്തൊരു ദൂത് നിങ്ങളൊന്ന് കേൾക്കണം. അത് 8-ാമത്തെ വാക്യത്തിലാണ്. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചാൽ, അങ്ങനെ ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ, അങ്ങനെ ദൈവപ്രവർത്തികൾ നടന്നാൽ കേവലം രോഗികൾ സൗഖ്യമാവുക മാത്രമല്ല, ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടാകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഫെയ്ത്ത് സിറ്റിയുടെ വിളി എന്താണെന്ന് ഞാൻ വിവരിക്കട്ടെ. ഫെയ്ത്ത് സിറ്റിയുടെ വിളി എന്താണെന്ന് ഞാൻ പറയട്ടെ. പട്ടണങ്ങളെ ആത്മാവിന്റെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിളിയിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നിങ്ങൾ ഓർക്കണം, ഫിലിപ്പോസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരു പട്ടണം മുഴുവൻ സുവിശേഷത്തിനകത്ത് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടണം മുഴുവൻ ദൈവദൂതുകൾക്ക് റെസ്പോണ്ട് ചെയ്യുകയാണ്. ഒരു പട്ടണം മുഴുവൻ ആത്മാവിന്റെ പരിവർത്തനം നടക്കുകയാണ്. അടുത്ത 9-ാമത്തെ വാക്യം. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു.
ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അവിടെ നിൽക്കണം. ആ പദത്തിൽ ഒന്ന് തൊടാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 8-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചപ്പോൾ നല്ല കാര്യം ഫിലിപ്പോസ് പ്രസംഗിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു, അത്ഭുതം നടന്നു, അടയാളം നടന്നു, വീര്യപ്രവൃത്തി നടന്നു, രോഗസൗഖ്യങ്ങൾ ഉണ്ടായി, ഭൂതങ്ങൾ പുറപ്പെട്ടു. ജനത്തിന്റെ ഇടയിൽ വലിയ ദൈവപ്രവൃത്തികൾ മാത്രമല്ല ഉണ്ടായത്, പട്ടണം സന്തോഷത്തിലായി. പക്ഷേ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം മുഴുവൻ ഏക മനസ്സോടെ സുവിശേഷം കേട്ടോണ്ടിരിക്കുകയാണ്. ഏക മനസ്സോടെ സുവിശേഷത്തിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ പോവുകയാണ്. പക്ഷേ 8-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് സോർസറി. മന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്ത് ജനത്തിൻ്റെ അറ്റൻഷനെ കവരുന്ന, ഇംഗ്ലീഷിൽ എൻ്റെ ബൈബിൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഡിവിച്ചിങ് ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ശ്രദ്ധയെ തട്ടിക്കൊണ്ടുപോകുന്ന ഷിമോന്റെ ആഭിചാര വ്യാപാരം. എത്ര പേർക്ക് ഈ ദൂതിന്റെ കനം മനസ്സിലാകുന്നുണ്ട്? വലിയ ദൈവപ്രവൃത്തികൾ നടക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ ശ്രദ്ധയെ ഒരു ആക്സിഡന്റിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ദൈവപ്രവൃത്തികൾ സഭയ്ക്കകത്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോലാഹലം കൊണ്ടുവന്ന്, എന്തെങ്കിലും ഒരു കലക്കം കൊണ്ടുവന്ന് ജനത്തിന്റെ ശ്രദ്ധയെ തട്ടിക്കൊണ്ടുപോകുന്ന വ്യാപാരങ്ങളുടെ മേൽ സഭ ഒരുമിച്ച് ഇന്ന് പകൽ ജയമെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരും. ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏക മനസ്സോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ അറ്റൻഷനെ കവർന്നുകൊണ്ടു പോകുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെട്രോ സിറ്റികളിൽ വ്യാപരിക്കുന്ന സഭയ്ക്കെതിരെ അടുത്ത തലമുറ ദൈവത്തിലേക്ക് തിരിയാൻ കഴിയാതെ, ദൈവപ്രവൃത്തിയിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ, മെട്രോ സിറ്റികളിൽ വ്യാപരിക്കുന്ന മന്ത്രവാദ ആഭിചാര പൈശാചിക ശക്തികളുടെ മേൽ ഈ പകലിൽ ആത്മാവിന്റെ അധികാരത്തോടെ സഭ പ്രതികരിക്കാൻ തയ്യാറായാൽ നിന്റെ വിളിക്കനുസരിച്ച് ഒരു തൊടുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില കുഞ്ഞുങ്ങളെ വേണ്ടാത്ത ചില റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന, സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റ് ആക്കുന്ന, ഗെയിമുകളിൽ അഡിക്റ്റ് ആക്കുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് പകലിൽ സഭ ഒരുമിച്ച് അറസ്റ്റ് തൊടുന്നു. ആത്മാവാരെയൊക്കെയോ തൊടുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, സഭ വീണ്ടും മടങ്ങി വരാൻ പോകുന്നു. ഏക ശ്രദ്ധയോടിരിക്കുമ്പോൾ, വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പെട്ടെന്ന് അവിടെ ഒരു കലക്കം കൊണ്ടുവന്ന്, പെട്ടെന്നൊരു മന്ത്രവാദത്തിന്റെ ശക്തി നിമിത്തം പെട്ടെന്ന് ജനത്തിന്റെ ഹൃദയത്തെ, ജനത്തിന്റെ ശ്രദ്ധയെ തട്ടിക്കൊണ്ടു പോകുന്ന എല്ലാ വ്യാപാരങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മടക്കി പിടിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ മടക്കി പിടിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മടക്കി പിടിക്കുക. എനിക്കറിയത്തില്ല ഈ ദൂതിൻ്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ ആരൊക്കെയോ ഹൃദയത്തിനകത്ത് പറയുന്നുണ്ട്, പാസ്റ്റർ എൻ്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ വീട്ടിലെ കാര്യം തന്നെ പറയുന്നത്. ഒരു സന്തോഷം വരുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, ആത്മാവിൻ്റെ ഒരു ആനന്ദം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രോഗം വിട്ട്, പെട്ടെന്ന് ആ കുടുംബത്തിനകത്ത് ഒരു കലക്കം വിട്ട്, പെട്ടെന്ന് നിന്റെ അറ്റൻഷനെ വേറെ ഒരു ദുഃഖത്തിലേക്ക് നടത്തുന്ന ആ വ്യാപാരങ്ങളെ സഭ ഒരുമിച്ച് ജയിക്കണം എന്നാണ്. Every spirit of bewitchment we cancel in the church of the living God. മത്സര ബുദ്ധി, ആഭിചാര ദോഷം പോലെ നിൽക്കുന്ന ചില മത്സര ബുദ്ധികളെ ഇന്ന് പകലിൽ ആത്മാവ് വെട്ടിക്കളയുകയാണ്. നിന്റെ കുടുംബത്തിനെതിരെ ആഭിചാര ദോഷം പോലെ നിൽക്കുന്ന മത്സര ഗ്രഹങ്ങൾ എത്ര പേർക്ക് ഈ ദൂതിന് ആഴം മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് ദൂതിന് ആഴം മനസ്സിലാവുന്നുണ്ട്?
ഓർ ബഹർത്തര പ്രവർത്തന. പക്ഷെ ഞാൻ ഒരു ദൂത് പറയാം, എത്ര ആഭിചാരം ചെയ്താലും നിന്റെ കുഞ്ഞിന്റെ ശ്രദ്ധയെ അഭിഷേകത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ എത്ര വ്യാപാരങ്ങൾ ശ്രമിച്ചാലും അഭിഷേകത്തിന്റെ പുഷ്ടി നുകത്തെ തകർക്കും. അഭിഷേകത്തിൽ Oh, come on, preach, abriti. Li cambrahasma haitini. Li aprakate. Le prakatono satenia. യേശുവിൻ നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന കലഹങ്ങൾ ശാസിക്കപ്പെടുന്നു. ഒരുപാട് ദൂതുകൾ പറയാനുണ്ട്, പറഞ്ഞങ്ങ് പോണം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരണം. വായിച്ചാട്ടെ 14-ാമത്തെ വാക്യം. യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈ കണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഹലോ, നിങ്ങൾക്കറിയാമോ, ഇപ്പൊ ഒരു വ്യാപാരം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്, പൈസ കൊണ്ട് അഭിഷേകത്തെ വിലയ്ക്ക് വാങ്ങാമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ചിലരുടെ അകത്തൊരു ചിന്തയുണ്ട്, പൈസ കൊണ്ട് നിനക്ക് ദൈവിക കൃപകളെയും വരങ്ങളെയും വിലയ്ക്ക് വാങ്ങാമെന്ന്. പക്ഷെ ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, ദ റിയൽ അനോയിന്റിംഗ് വിൽ ചേസ് ആൻഡ് കട്ട് ആഫ്റ്റർ ദ ഡ്യൂപ്ലിക്കേറ്റ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ വ്യാജാത്മാക്കളുടെ പ്രവർത്തികളെയും ദൂരീകരിക്കുന്ന ദൈവശക്തി എനിക്ക് ഇനി 21, 22 വാക്യം പെട്ടെന്ന്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മതി, ഇത്രയും കേട്ടാ മതി. ഒരു മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ 2 പ്രധാനപ്പെട്ട ദൂതുകൾ എനിക്ക് നിങ്ങളോട് പറയണം. എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങളതിനെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തുവായാലും കർത്താവിനോട് പറഞ്ഞത് ഞാൻ പറയാം. എനിക്ക് അതിനകത്ത് ഏറ്റവും ചിന്തനീയമായി തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ഓർക്കണം, ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യൻ വന്നു, വേല ചെയ്തു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അസാധാരണമായ ശുശ്രൂഷകളാണ് അദ്ദേഹത്തെ കൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ശുശ്രൂഷിക്കുമ്പോഴൊന്നും ആ ശമരിയ പട്ടണത്തിൽ ആരും ആത്മാവിനെ പ്രാപിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആത്മാവിനെ പ്രാപിച്ചില്ല. പകരം യെരൂശലേമിൽ നിന്ന് അന്ന് പത്രോസിനെയും യോഹന്നാനെയും ശമര്യയിൽ വരുത്തി. അവർ കൈവച്ചപ്പോൾ ശമര്യയിലുള്ളവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത്ര നടക്കുമ്പോഴും ഫിലിപ്പോസിന് ഈഗോ ഒന്നും അടിച്ചില്ലല്ലോ. ആണ്ടോ, സ്വോത്രം പോയി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ഇത്രയും നേരം സ്തോത്രം പറഞ്ഞവരുടെ സ്തോത്രം പോയാണ്ടോ എന്ന് പറഞ്ഞാൽ, ഇത്രയും പഠിപ്പിച്ചത് ഞാൻ, ഇത്രയും ദൈവപ്രവർത്തി ചെയ്ത്, ഇത്രയും ദൈവപ്രവർത്തികൾക്ക് മുഖാന്തരമായത് ഞാൻ, ഇനി ആ കാര്യത്തിന് മാത്രം അവരെ വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ഒരിക്കൽ പോലും ഫിലിപ്പോസ് ചോദിച്ചില്ലല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. എനിക്ക് മനസ്സിലായി, യഥാർത്ഥ അഭിഷേകം ഉള്ളിലുള്ളവൻ ഈഗോ കാണത്തിൽ. മഖാനിയാന്താന കമോൺ. ഞാൻ ആരോടൊക്കെയോ ദൂത് പറയുകയാണ്. ദൈവാത്മാവിൽ ഞാൻ ആരോടോ ദൂത് പറയുന്നു. നിന്നെ ഏൽപ്പിച്ച ആയുധമല്ല നിന്റെ അടുത്തിരിക്കുന്ന ആളെ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധം. നിന്റെ വിളി വേറെ, അദ്ദേഹത്തിന്റെ വിളി വേറെ. കമോൺ സംബാഡി. പക്ഷെ എത്ര പേർ പറയും, എൻ്റെ പരമ വിളിയുടെ വിരുദിനായി ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു ഈഗോയെ ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഒരു സെൽഫിഷ് അജണ്ടയും ഞാൻ അതിന് സമ്മതിക്കില്ല. ഇനി അടുത്തത് നിങ്ങൾ ഓർക്കണം. എനിക്ക് വായിച്ച മലയാളി ആയതുകൊണ്ടായിരിക്കും എൻ്റെ അകത്തൊരു വിഷമം തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങ് പറയട്ടെ. എൻ്റെ അകത്ത് വിഷമം ഇത്രയും നിങ്ങൾ നോക്കിയേ, 8:5 മുതൽ അടിച്ച് കസറിക്കൊണ്ടിരിക്കുകയാണ് ഫിലിപ്പോസ്. അടിച്ച് കസറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് അവിടെ വന്നു കഴിഞ്ഞ് പത്രോസ് യോഹന്നാന് സീനി വന്നു കഴിയുമ്പോൾ പിന്നെ ഫിലിപ്പോസിനെ കാണുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ പിന്നെ ഫിലിപ്പോസിനെ കൂടെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ആ സമയത്ത് ആ പാവത്തിന് ഒരു ഈഗോയും തോന്നിയില്ല കേട്ടോ. ഒരു കോംപ്ലക്സും തോന്നിയില്ല കേട്ടോ.
അയ്യോ, എനിക്കറിയാം സ്വോത്രം കുറയുമെന്ന്. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു ഒരു ദൂതും കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഓർക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് ശമരിയ പട്ടണത്തെ മുഴുവൻ ഉണർവിൽ ഇളക്കി മറിച്ച മനുഷ്യനാണ് ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനോടാണ് ആത്മാവ് ഇടപെടുന്നത്, നീ ഗസയ്ക്കുള്ള വേല അവിടെ ഇട്ടിട്ട് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണമെന്ന്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ മീറ്റിങ്ങിനകത്ത് ഒരു സ്വാർത്ഥതയില്ലാതെ ആത്മാവിന്റെ അജണ്ടയ്ക്ക് സ്റ്റെപ്പ് വെക്കുന്ന, ആത്മാവിന്റെ നടത്തിപ്പിന് കീഴ്പ്പെടുന്ന, അതെത്ര വലിയ മിനിസ്ട്രി ആണെങ്കിലും, അതെത്ര വലിയ ലാഭമാണെങ്കിലും, അതെത്ര വലിയ ബന്ധമാണെങ്കിലും, ആത്മാവ് എന്നോട് പറഞ്ഞാൽ ഞാൻ കാല് വയ്ക്കും, ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു തലമുറ ദൈവ കേരളത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? 25-ാമത്തെ വാക്യത്തിൽ 23, 24 ആ വാക്യങ്ങളിൽ കൈപ്പുള്ള പകയിലും 25 വായിച്ചേ. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ 26-ാമത്തെ വാക്യം അത് തന്നെ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്ക് ഉള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നില്ല. ദൂത് പറയുമ്പോൾ മനസ്സിലാവും. സ്തോത്രം. എല്ലാ മിനിസ്ട്രി ഇവിടെ സെറ്റിൽഡാ, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോഴാ ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്നത്, നിർജ്ജന പ്രദേശത്തോട്ട് പോകുമോ? പോകോ? ചോദ്യ. ശമരിയയിൽ കൈ കാണിച്ച ആള് വരും വെള്ളം കൊണ്ട് തരാൻ. ഹലോ, അയ്യോ, കൈ കാണിച്ച ആള് വരും വെള്ളം. ഇങ്ങനെ കാണിച്ചാൽ മൈക്ക് വരും. അല്ല, ചിലർ ഇങ്ങനെ കാണിക്കുമ്പോൾ കീബോർഡാണ് വരുന്നത്. ഓക്കെ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? കൈ കാണിച്ചാൽ മതി ശമരിയ ഫിലിപ്പോസിനെല്ലാം. കാരണം അവിടെ മിനിസ്ട്രി സെറ്റിൽഡാ, മിനിസ്ട്രി എസ്റ്റാബ്ലിഷ്ഡായി. പക്ഷെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഗെറ്റ് അപ്പ്, the time has come. നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് ആ പദമൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബൈബിൾ പഠിതാവ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലായി എന്നാന്നറിയോ, ദൈവ സാന്നിധ്യത്തിൽ ഈഗോ പാടില്ല. റൺ, ടച്ച് യുവർ നെയ്ബർ ആൻഡ് സേ റൺ. ടച്ച് യുവർ നെയ്ബർ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, റൺ ഫോർ ഒബീഡിയൻസ്. അനുസരണത്തിന് വേണ്ടി നീ ഓടണം. ഒരു തലമുറ എങ്ങോട്ടോ ഓടി ഒരു ഗതി പരഗതി ഇല്ലാതെ എത്തിയപ്പോൾ താണ്ട് അടുത്തൊരു തലമുറ ദൂതന്റെ നിർദ്ദേശപ്രകാരം, സ്വർഗത്തിലെ ഡിറക്ഷൻ പ്രകാരം അടുത്തത് ഏത് രാജ്യത്ത് സെറ്റിലാകാമെന്ന് ഏജൻസിയോട് ചോദിച്ചിട്ടല്ല, പകരം ആത്മാവ് പറയുന്നതിനനുസരിച്ച്. അത് നിർജ്ജന പ്രദേശമെങ്കിൽ നിർജ്ജന പ്രദേശം, അത് തുറന്ന സ്ഥലമെങ്കിൽ തുറന്ന സ്ഥലം, അത് വെള്ളമൊഴുകുന്ന സ്ഥലമെങ്കിൽ അങ്ങനെ. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താൻ ഒക്കത്തില്ലല്ലോ. എനിക്ക് 2 കക്ഷികളെ 2 പേരെയും കൂടെ തൊടേണ്ടതായിട്ടുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. നിങ്ങൾക്കറിയാമോ, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് അങ്ങനെ ഫിലിപ്പോസ് പോയി. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണം. ഈ ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നു, ശമരിയ പട്ടണത്തിൽ ശുശ്രൂഷിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഈ തൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? തൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും 8-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നില്ല. പകരം നിങ്ങൾ 19 കഴിഞ്ഞ് പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ 21-ാമത്തെ അധ്യായമൊക്കെ എത്തുമ്പോഴാണ് നിങ്ങൾ ഫിലിപ്പോസിൻ്റെ കുടുംബത്തെക്കുറിച്ച് കാണുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയൊരു ദൂതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ ദൂതൻ പറയുന്നതിനനുസരിച്ച് എല്ലാ സ്വന്തമായ ലാഭങ്ങളും കളഞ്ഞ് ഈ ഫിലിപ്പോസ് നടക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന റിവാർഡ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? കർത്താവിനോട് പറഞ്ഞു, മോനെ, നീ അപ്പോസ്തല പ്രവൃത്തി ഫിലിപ്പോസിൻ്റെ വീടൊന്ന് ശ്രദ്ധിക്കണം. 4 പ്രവചിക്കുന്ന കന്യകമാരാ. അപ്പൻ ദൂതന്റെ ശബ്ദം കേട്ട മക്കള് ദൈവത്തിന്റെ ദൂത അടുത്ത ആളുകളോട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് കാൽ
കാല് വെച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ കുഞ്ഞ് ദൈവദൂതിന് കാല് വെക്കുന്നെന്നല്ല അജു പാസ്റ്റർ പറഞ്ഞ്, നിന്റെ കുഞ്ഞ് ദൈവദൂതുകൾ മറ്റുള്ളവരോട് പറയുമെന്നാ ഞാൻ പറഞ്ഞ്. അർത്ഥപ്രവർത്തന ആഴം ഓർത്തില്ല പാസ്റ്ററെ, ആഴം ഇത്രയാന്ന് ഞങ്ങൾ ആരും ആരാഞ്ഞില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടറിയാം, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ നിമിത്തം എന്റെ കുടുംബം പട്ടിണിയാകാൻ, എന്റെ പെൺതലമുറകൾ എങ്ങും എത്താതെ പോകുകയില്ലെന്ന് ഫിലിപ്പോസിന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഒന്ന് 2 മിനിറ്റ് അവിടെ എൻ്റെ കൂടെ ഒന്ന് വരണേ. നിങ്ങൾ ആ വീടൊന്ന് ശ്രദ്ധിച്ചേ, ഫിലിപ്പോസിൻ്റെ വീടൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഒന്ന് വരണേ. 21-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പൗലോസ് കയറി ചെല്ലുകയാണ്. പൗലോസ് കയറി ചെല്ലുമ്പോൾ പ്രവചിക്കുന്ന 4 കന്യകമാർ നല്ല പാവാടയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ കൊച്ചുങ്ങൾ നല്ല കറിയും വെക്കും, ദൂതും പറയും. നിങ്ങൾ എൻ്റെ കൂടെ. രസം എന്നാണെന്നറിയാമോ? ഞാനൊരു ദൂത് പറയാൻ പോവാം. നിങ്ങളൊന്ന് ആരാധിക്കാൻ മനസ്സോടിരുന്ന ഒരു ദൂത് പറയാം. നിങ്ങൾ ഓർക്കണം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയെ ശുശ്രൂഷിക്കുമ്പം ശൗല് കൊലപാതക പത്രമായിട്ട് നടക്കുക, കൊല ചെയ്യാൻ കൊലപാതക പത്രമായിട്ട് നടക്കുക. പക്ഷേ 21-ാമത്തെ അധ്യായത്തിൽ ഏതവനാണോ കൊലപാതക പത്രമായിട്ട് സഭ മുടിപ്പിക്കാൻ നിന്നേ, അവനെ ഫിലിപ്പോസിന്റെ വീട്ടിൽ ഫുഡ്. ഞാൻ ആരോടൊക്കെയോ ദൂത് പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് ആരാണോ എതിർ നിന്നത്, അവർ നിന്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കും. അവർ നിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം. ആരായി ദൂതിനാമേ പറയുന്നേ? ശൗലേ, 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയെ ഇളക്കി മറിക്കുമ്പോൾ നീ സഭയെ കൊല്ലാനുള്ള കൊലപാതക പത്രവുമായി നടക്കുകയായിരുന്നു. പക്ഷെ 21-ാമത്തെ അധ്യായത്തിയപ്പോൾ നീ എവിടെയാണോ കൊലപാതക പത്രവുമായി നടന്നേ, അതേ സുവിശേഷകന്റെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കാൻ, അതേ ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ. ഞാൻ ഒരു ദൂത് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോണം. 21-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ വീട് ഞാൻ നോക്കി പാസ്റ്ററെ, എനിക്കങ്ങ് സന്തോഷം വന്നു. എന്താ കാര്യം എന്നറിയാം? 21-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അങ്ങോട്ട് കയറി ചെല്ലുന്നു. 4 പ്രവാചകിമാർ. ആമേൻ പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇളക്കി മറിച്ച ശമരിയെ ഇളക്കി മറിച്ച സുവിശേഷകൻ. ആമേൻ പറഞ്ഞേ. അടുത്ത നോക്കിയപ്പോൾ അടുത്ത വാക്യം നോക്കിയപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ബിഗ് പ്രോഫറ്റ് അഗബോസ് വരികയാണ്. ഇപ്പോ ഫിലിപ്പോസിന്റെ വീട്ടിൽ 5 വിധ ശുശ്രൂഷക്കാരും ഉണ്ട്. സുവിശേഷകൻ ഫിലിപ്പോസ്, പ്രവചിക്കുന്ന കന്യകമാര് അഗബോസ്, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രവാചകൻ. ഞാൻ ആരോടോ ദൂത് പറയുന്നു, യു വിൽ ഗ്രീറ്റ്, യു വിൽ ഹോസ്റ്റ് ഗോഡ്സ് ജനറൽസ് ഇൻ യുവർ ഹൗസ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് കിടക്കവിരിക്കുന്ന, അവരെ മനസ്സ് തണുപ്പിക്കുന്ന, അവർക്ക് ആഹാരം കൊടുക്കുന്ന, അവർക്ക് തണലാകുന്ന കുടുംബമായി നിന്റെ കുടുംബം മാറുമെന്ന്. പ്രഭാതൻ ലാബ്രഹർത്തൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ എന്നോട് ഈ തീം ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഫിലിപ്പോസിൻ്റെ കാര്യം. കാരണം പുള്ളി ഫോർവേഡ് റൺ ചെയ്തു, അപ്വേഡും പോയി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. പുള്ളി ഫോർവേഡ് റൺ ചെയ്തു, അപ്വേഡും പോയി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് അവിടെ 1-2 ദൂതും കൂടെ പറയാനുണ്ട്. തിരിച്ചു വന്നേ അപ്പോസ്തല പ്രവൃത്തി 8-ലോട്ട് വരണം. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നടക്കുമ്പം സാധാരണ ഒരു പാസ്റ്റർ ആണെങ്കിൽ ഒരു സെൻഡ് ഓഫ് ആഗ്രഹിക്കും, ഒരു നല്ല വാക്കെങ്കിലും, ഒരു മൊമെന്റോ എങ്കിലും. സാധാരണക്കാരന്. ഫിലിപ്പോസിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു കേട്ടോ. ഫിലിപ്പോസ് പറഞ്ഞു, എനിക്ക് മൊമെന്റോയും വേണ്ട, ഹലോ, എനിക്ക് സെൻഡ് ഓഫും വേണ്ട, എനിക്ക് ദൈവശബ്ദം മതി. ഇനി അടുത്ത് അദ്ദേഹം അങ്ങോട്ട് നടന്നു. എനിക്ക് അവിടെയൊക്കെ നിന്ന് ശുശ്രൂഷിക്കാൻ ഒത്തിരി ദൂതുകളുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനങ്ങ് പോവാ. ഫിലിപ്പോസ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് താൻ എത്യോപ്യക്കാരനായ ഷണ്ണൻ ഈ രഥത്തിൽ വരുന്ന കാണുന്നത്. നിങ്ങൾ ഓർക്കണം, 29-ാമത്തെ വാക്യം വായിക്കുമ്പോ, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. 30-ാമത്തെ വാക്യം. യെസ്. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കണ്ടോ? വായിക്കുന്നത് Wait, wait, wait. കേട്ടു. 29ാമത്തെ വാക്യത്തെ ആത്മാവ് എന്നാ പറഞ്ഞേ? നടക്കാൻ. ഫിലിപ്പോസ് എന്നാ നടന്നെന്നല്ല, ഓടിയെന്ന വാക്ക്. കണ്ടോ, ദൈവശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടോ? ഐ എം ടെല്ലിങ് യു, ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് കോളിംഗ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ ഹെഡ് ആഗ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾ ദൈവശബ്ദത്തിനനുസരിച്ചാണ് നിൽക്കുന്നെങ്കിൽ ഒരു പടി എപ്പോഴും മുന്നിൽ നിന്നോണം. ഒരു പടി എപ്പോഴും. നിങ്ങൾ എൻ്റെ കൂടെ വന്നു. നിങ്ങൾക്കറിയാം, ഈ യാക്കോബ് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇസഹാക്ക് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഇറച്ചി പാകം ചെയ്യണമെന്നാ. ആണോ? എന്താ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെയല്ലേ? ഇറച്ചി പാകം ചെയ്യണമെന്നാ. പക്ഷെ യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി പോയപ്പോൾ അപ്പവും ഇറച്ചിയുമായിട്ട് പോയെന്ന വാക്യം. കാരണം യാക്കോബിനറിയാം, എൻ്റെ മേ വീഴാൻ പോകുന്ന ഒരു ചെറിയ സാധനമല്ല, അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് വേണം ഞാൻ ദൈവസന്നിധി പോകാൻ. എന്നിട്ട് സ്വോത്രം പറയാത്തവർക്ക് ഒരു ദൂതും കൂടെ പറയാം. എടുക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഉൽപ്പത്തി 18 അബ്രഹാം ഇങ്ങനെ കൂടാരത്തിൻ്റെ വാതിക്കെ ഇരിക്കുകയായിരുന്നു. ഹലോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? അബ്രഹാം കൂടാരത്തിൻ്റെ വാതിക്കെ ഇരിക്കുകയായിരുന്നു. രാവിലെ ആയപ്പോൾ യഹോവയായ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. കുറച്ച് നേരം 18:2 വായിക്കുമ്പോൾ, 2-3 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അടുത്തത്, അവരെ കണ്ടപ്പോൾ അവൻ കൂടാര വാതുക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. വെയിറ്റ്, ആ പദം കേട്ടായിരുന്നോ? ഗസ്റ്റിനെ കണ്ടപ്പോൾ, 3 പുരുഷന്മാരെ കണ്ടപ്പോൾ, സത്യത്തിൽ നിങ്ങളെ ഓർക്കണം. ഞാൻ ദൂത് പറഞ്ഞാൽ നിങ്ങൾ റിസീവ് ചെയ്യുമോ? എന്നാൽ ഞാൻ ദൂത് പറയാം. സത്യത്തിൽ ഈ 3 ദൂതന്മാരെന്നെ, എൻ്റെ അങ്കിളെ, എൻ്റെ ആൻറ്റിമാരെ എന്നാത്തിനാ വന്നതെന്നറിയോ? അവർ സോദോം ഗോമോറയുടെ സ്ഥലം കണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്ന. പോന്ന വഴിക്ക് പ്രാർത്ഥിക്കുന്നവൻ്റെ വീട്ടിൽ കയറി. ചില ദൈവിക തീരുമാനങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിക്കുന്നവന്റെ വീട് വിസിറ്റ് ചെയ്യാതെ ദൈവദൂതന്മാർ ഓവർ റൂൾ ചെയ്യില്ല. ആരോടോ ദൈവാത്മാവ് പറയുന്നു, ആ വിഷയത്തിൽ ദൈവത്തിന്റെ ക്രോധം ഉണ്ടാകുന്നതിന് മുൻപ് നിന്നെ ഓർത്ത്, നിന്റെ പ്രാർത്ഥനയോർത്ത്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാതെ റിപ്പോർട്ട് ദൂതൻ എഴുതത്തില്ല. സ്വോത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ 3 പുരുഷന്മാരെ കണ്ടപ്പോൾ അബ്രഹാം സാമാന്യമായിട്ട് പോയാൽ മതി. പക്ഷെ അബ്രഹാം ഓടിച്ച്, കണ്ടോ? അതാ റെസ്പോൺസ്, കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഈ ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു മനോഭാവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെങ്ങും അല്ല, സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞാൻ ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ കോൺഫറൻസിന് മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഒത്തിരി നാളായി, ഒരുപാട് വർഷങ്ങളായി ട്രെയിനിൽ കയറിയിട്ട്. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്തോ വണ്ടിയുടെ പ്രയാസം വന്നു. അങ്ങനെ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തു. എനിക്ക് എവിടോ മലബാർ ആ ഭാഗത്തെങ്ങാണ്ടാണ് പോകേണ്ടത്. സ്വോത്രം, ഞാനങ്ങനെ തിരുവല്ലയിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ടൊരു കാഴ്ച തോന്നി. കൗതുകമായിട്ടൊരു കാഴ്ച തോന്നി. ആ കാഴ്ച ഇതാണ്: ചില ആൾക്കാർ കസേരയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറി കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങ് ഇരിക്കുകയാണ്. ഓക്കെ, അതല്ല എന്നെ കൗതുകം തോന്നിച്ചേ. പക്ഷെ ചില ആൾക്കാർ ആ കസേരയുടെ തുമ്പത്തായിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചോ, ഞാനിത് അമേരിക്ക കണ്ടിട്ട്, ഞാൻ UK പോയിട്ടുണ്ട്, സ്കോട്ട്ലൻഡിൽ പോയിട്ടുണ്ട്, അയർലൻഡിൽ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇങ്ങനൊരു ഇരിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി, ഈ തുമ്പത്തിരിക്കുന്നവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർക്ക് ഓടാൻ വേണ്ടി അവരുടെ വണ്ടി വരാൻ സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇന്നെങ്ങാനും വണ്ടി വരുന്നയാണോ. ദൈവസന്നിധിയിൽ നിന്റെ മനോഭാവം കണ്ടാൽ അറിയാം ഇത് ഇപ്പൊ വല്ലതും കയറി പോകുന്ന കേസാണോ അതോ ഇവിടെ. നിങ്ങളൊന്ന് ഓർക്കണം, സത്യത്തില് നിങ്ങൾക്കറിയോ, ഈ അബ്രഹാമിന്റെ ഈ ഒരൊറ്റ ഓട്ടമാണ് ഒരു ദൂത് റിലീസ് ചെയ്തത് അടുത്ത ആണ്ടിൽ ഇതേ സമയം. നിങ്ങൾ വായിക്കേണ്ട, ദൂത് ശ്രദ്ധിച്ചാൽ മതി. ഉൽപ്പത്തി 18 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം പറയാണ്, ദൈവദൂതന്മാരോട് പറയാണ്, ഞാൻ യജമാനനെ നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഞാൻ പോയി ഒരപ്പം കൊണ്ടുവരാം. അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഒരു മുറി അപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? a piece of bread എന്നാ, ഒരു മുറി അപ്പം.
എൻ്റെ ചോദ്യം, എൻ്റെ ആൻറ്റിമാരെ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഒരു മുറി അപ്പത്തിന് എന്തിനാ 3 ഇടങ്ങഴി മാവ്? ഒരു മുറി അപ്പത്തിന് എന്തിനാ അബ്രഹാമേ നീ പോയി സാറാമ്മച്ചിയുടെ അവിടെ 3 ഇടങ്ങഴി മാവിടുന്നേ? അബ്രഹാമിനറിയാം എൻ്റെ സമയം മാറുന്ന ടൈം, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിലേക്ക് അടുക്കുകയാണ്. നാച്ചുറലായി ഒന്ന് കൊടുത്താൽ പോരാ, സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ ദൂത് പറയുന്നു, വാഗ്ദത്തത്തോട് നീ അടുക്കുന്നു എന്ന് കാണുമ്പോൾ നിനക്ക് ഇതുവരെ ദൈവത്തിന് കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല ആരാധന കൊടുക്കണം. ഇതുവരെ നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും നല്ലത് നീ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. ഇതുവരെ ഓടിയിട്ടില്ലാത്തതുപോലെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിന്റെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കറിയോ, അബ്രഹാമിന്റെ ആ ഒരൊറ്റ ഓട്ടമാണ് ഒരു വാഗ്ദത്തം റിലീസ് ചെയ്യുന്നത്. അടുത്ത വർഷം ഇതേ സമയത്ത്, അടുത്ത വർഷം ഇതേ സമയത്ത് നീ ഒരു പൈതലിനെ അണച്ചുകൊള്ളും. ഞാൻ ആരോടോ ദൂത് പറയുന്നു, നിന്റെ ദൈവത്തിന്റെ ശബ്ദത്തോടുള്ള പ്രതികരണം ചില വിടുതലുകളെ വേഗത്തിലാക്കും, ചില വിടുതലുകളെ വേഗത്തിലാക്കും. ആരോടോ ആത്മാവ് ദൂത് പറയുന്നല്ലോ, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായവരുടെ മേൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലുള്ള വിശുദ്ധന്മാരുടെ മേൽ ഊടാടി സഞ്ചരിക്കുന്നു. മടങ്ങി വരട്ടെ, എനിക്ക് ഒരാളെയും കൂടെ ടച്ച് ചെയ്യണം. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 8, അവിടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. 32-ാമത്തെ വാക്യമൊക്കെ എത്തുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫിലിപ്പോസ്. കന്ദക്ക എത്യോപ്യനായ ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഫിലിപ്പോസ് ആ പൊരുളൊക്കെ തിരിച്ചു കൊടുത്തു. പെട്ടെന്ന് ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ പ്രതികരണം പോലിരിക്കും നിങ്ങൾ ആരോട് സുവിശേഷം പറയുന്നു അവരുടെ പ്രതികരണവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വേഗത്തിൽ സ്റ്റെപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ സുവിശേഷം പറയുന്ന ആൾ വേഗത്തിൽ സ്റ്റെപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതെല്ലാം നോക്കി കാറ്റ്. കമോൺ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞേ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഫിലിപ്പോസ്, നിങ്ങൾ ഓർക്കണം, ഷണ്ണൻ സാധാരണക്കാരനല്ല, ഒരു രാജ്യത്തിൻ്റെ ഡെലിഗേറ്റ് ഓഫീസറാ. പുള്ളി റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞോ അറിയാതെയോ ഫിലിപ്പോസിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു കരിസ്മ പോയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഉടനെ ഷണ്ണൻ ചോദിച്ചൊരു കാര്യമുണ്ട്. വെള്ളം ഇതാ, ഞാനങ്ങ് സ്നാനപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ്, ഞാനത് നല്ല ജില്ലെന്ന് നിൽക്കുന്നുണ്ടോ? അതെ ആണ്. എന്നാൽ നമുക്ക് ബ്രദറെ, നമുക്ക് ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്നല്ല പറഞ്ഞേ. ആ പൊരുൾ തിരിച്ചു അറിഞ്ഞു. ഒരു റിയൽ കൺഫെഷൻ വന്നപ്പം, റിയൽ റിപ്പൻഡൻസ് വന്നപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഒരു തടസ്സമില്ല, ഞാൻ തന്നെ നിന്നെ മുക്കിയേക്കാം. ഞാനായിരുന്നെങ്കിൽ വാഗമൺ ജംഗ്ഷനിൽ പോയി ഒരു ജോഡി ഷർട്ടും പാൻറ്റും മേടിച്ചോണ്ട് വന്നേനെ. ഹലോ, ഞാൻ ആലോചിക്കായിരുന്നു, ഫിലിപ്പോസിന് അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പുള്ളിക്ക് ഒരു ടെൻഷൻ ഇല്ലെന്നുള്ളതാണ്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ എന്നെ ഒന്നും ചിന്തിക്കല്ലേ, ഞാൻ എൻ്റെ ഭാവന പറയാം. ഞാൻ കർത്താവിനോട് ഇത് വായിക്കാൻ പറയാം, കർത്താവേ, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടെന്നാ വേദവാക്യം. അപ്പം പാവത്തിന് ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുമായിരിക്കും അല്ലയോ? കർത്താവിനോട് പറഞ്ഞു, മോനെ, നനഞ്ഞ അവനെ എടുത്തുകൊണ്ട് പോകാൻ എനിക്കറിയാമെങ്കിൽ നനച്ച് അവനെ ഉണക്കാനും എനിക്കറിയാം. എത്ര പേര് ദൂതനാമം? ആരോ പറയുന്നു, അയ്യോ പാസ്റ്റർ നനഞ്ഞു പോയി. സാരമില്ല, നീ നനഞ്ഞ ദൈവനാമം പ്രതിയാണെങ്കിൽ അതേ ദൈവനാമം പ്രതി നിന്റെ നനവിനെ ഉണക്കാനും എന്റെ ദൈവത്തിന് അറിയാമെന്നാ പറഞ്ഞു. എനിക്ക് അവിടെ ഒറ്റ ദൂത് പറയാനേ എനിക്ക് സമയമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സാധാരണ സ്നാനപ്പെട്ട് കയറിയ ഉടനെ, വെള്ളത്തിൽ നിന്ന് കയറിയ പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഒത്തിരി പ്രാവശ്യം വായിച്ച വാക്യമാണ്. എനിക്ക് അവിടെയും ഒരു ദൂത് പറയാനുണ്ട്. ഈ ഫിലിപ്പോസിന് ആ സമയത്തും ഷണ്ണന് നമ്പരൊന്നും കൈമാറാനുള്ള പ്രയർ റിക്വസ്റ്റ് കാർഡ് ഇരിക്കട്ടെ ബ്രദർ, ഇന്ന പുറകിൽ എൻ്റെ നമ്പരുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ.
അതിനുള്ള സമയം പോലും കൊടുത്തില്ല. അപ്പോഴും ഫിലിപ്പോസിന് പരാതിയില്ല. ഹലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരമവിളിയുടെ വിരുദിനായി ഓടുന്നവൻ ജനത്തെ അല്ല നോക്കുന്നേ, വിളിച്ചവനെയാ നോക്കുന്നത്. പരമ വിളിയുടെ വിരുദിനായി ഓടുന്നവൻ ജനത്തെ അല്ല നോക്കുന്നേ, വേല തികക്കാൻ കൃപ തന്നവനെ നോക്കണം. അടുത്തത് ഇനി ഞാൻ ഒരു വെളിപ്പാട് പറയാൻ പോവാ. എനിക്ക് വായിപ്പിക്കാൻ സമയമില്ല, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത പദം പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അടുത്തത്, പിന്നെ ഫിലിപ്പോസിനെ അസ്തോദിൽ കണ്ടു. എൻ്റെ കൂടെ വരുന്നുണ്ടോ? അസ്തോദിൽ കണ്ടു. I want you to pay attention to the word Ashtod, all right? How many of you know the old word for Ashtod is called Ashatosh in the Old Testament? Ashatosh എന്ന് പറയുന്ന പഴയ നിയമത്തിലെ സ്ഥലമാണ് പുതിയ നിയമത്തിൽ ഫിലിപ്പോസ് പോയി നിൽക്കുന്ന അസ്തോദ്. ഹലോ, നിങ്ങൾക്ക് ആ ദൂത് ഇച്ചിരൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറയാം. എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഒരു മഹാനായ മനുഷ്യൻ്റെ കണ്ണ് പോയത് എവിടെ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് പഴയ നിയമത്തിൽ? ഹലോ, അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ. കണ്ണ് ചൂഴ്ന്നു പോയി, പാപം ചെയ്ത് കണ്ണ് ചൂഴ്ന്നു. അദ്ദേഹം നിലവിളിച്ചോണ്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരവസരവും കൂടെ തരണമെന്ന്. സാംസൺ, ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അന്ന് സിംസോൺ സെക്കൻഡ് ചാൻസ് ചോദിച്ചില്ലേ? ആ സ്ഥലത്ത് ദാഗോന്റെ ക്ഷേത്രം കുലുങ്ങി സെക്കൻഡ് ചാൻസ് ചോദിച്ചില്ലേ? ആ സ്ഥലത്തിൻ്റെ പേര് അസ്തോദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫിലിപ്പോസിനെ ദൈവം കൊണ്ട് നിർത്തി എവിടാന്നറിയാവോ? സെക്കൻഡ് ചാൻസ് ഉള്ള സ്ഥലത്ത്. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ ദൂത് പറയാം, നീ ദൈവ ശബ്ദത്തിന് കാല് വെക്കാൻ തയ്യാറായാൽ ഏതൊക്കെയോ ആത്മമണ്ഡലത്തിൽ പകുതി വഴി നിന്നു പോയ ചില ദൈവപ്രവർത്തികളെ അടുത്ത ലെവലിൽ കണ്ടിന്യൂ ചെയ്യിക്കാൻ ദൈവ ചിലരെ എഴുന്നേൽപ്പിക്കുക. ഓ, പ്രാപിക്കുക. ചിലരുടെ മേൽ സെക്കൻഡ് ചാൻസ് വരുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി വീണ്ടും ആ വിസ ഓപ്പൺ ആകുന്നു, വീണ്ടും ആ ജോലിയുടെ വഴി ഓപ്പൺ ആകുന്നു, വീണ്ടും ആ ദൈവപ്രവൃത്തിയിലേക്ക് നീ കാല് വയ്ക്കാൻ പോ. ഹലോ, എനിക്ക് രാവിലെ ബഹുമാനപ്പെട്ട സിനിയങ്കിൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെ. എന്തായാലും നമ്മൾ നനഞ്ഞു കുളിച്ചു കയറണം. സ്വത്രം, എന്തായാലും നമ്മൾ നനഞ്ഞു കുളിച്ചു കയറണമെന്ന്. എനിക്ക് ഇനി വേറൊരാളെയും കൂടെ, എനിക്ക് ആ വിളിയുമായി ബന്ധപ്പെട്ട് ഓടിയ വേറൊരാളെയും കൂടെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് ആ ഒരു ഭാവം കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കണം. പ്ലീസ് കം വിത്ത് മീ ടു ദ ബുക്ക് ഓഫ് 2 Kings chapter number 5 and താങ്ക് യു പാസ്റ്റർ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ടെ. 18, 19, 20, 21. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി ആരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടു കളഞ്ഞുവല്ലോ. യഹോവയാണേ, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. ഹലോ, അങ്ങനെ എന്നെ ഒന്ന് കേൾക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട എനിക്ക് തൊടേണ്ട ഒരു ദൂതാ. ഗേഹസി ഭയങ്കര ഓട്ടം ഓടി, ഭയങ്കര മിടുക്കുള്ള ഒരു ഓട്ടമായിപ്പോയി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ ചരിത്രം ഒന്ന് വിവരിക്കണം. നിങ്ങൾ ഓർക്കണം, നയമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ, അദ്ദേഹത്തിനൊരു വിടുതൽ വേണം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്. അന്ന് ഇസ്രായേലിൽ ബാല്യക്കാരത്തികളിൽ ഒരാളായ, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പറയുന്നത് കേട്ടോ, ബാല്യക്കാരത്തികളിൽ ഒരാളായ ഒരു പെൺകുട്ടി പെട്ടെന്നൊരു സജഷൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ പ്രവാചകനെ പോയി കണ്ടാൽ യജമാനൻ്റെ പ്രശ്നത്തിന് സൗഖ്യം വരുമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ദൂതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയുകയാണേ, നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ കണ്ടുമുട്ടും. വേണമെങ്കിൽ ദൂത് ഞാൻ ആലോചിക്കുമായിരുന്നു, നയമാൻ ചിന്തിക്കുക, അവൾ കൊച്ചു പെണ്ണല്ലേ, അവൾ പറയേണ്ട വല്ല ബാല്യക്കാരത്തി ഇരിക്കേണ്ട അടുക്കള ഇരുന്നോണം, അവൾക്ക് എന്നാ എൻ്റെ പേഴ്സണൽ കാര്യം എന്ന് നയമാൻ ചിന്തിച്ചായിരുന്നെങ്കിൽ ആ കുഷ്ഠം കൊണ്ടിരുന്നേനെ.
നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ആ കുഷ്ഠം കൊണ്ടിരുന്നേനെ. പക്ഷെ ബൈബിൾ പറയാണ് ആ ബാല്യക്കാരത്തിയുടെ ഹെൽപ്പാണ് നയമാനെ പ്രവാചകന്റെ അടുക്ക് അയച്ചത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, വഴി മുട്ടിപ്പോയ ആർക്കൊക്കെയോ വേണ്ടി ഒരു കുഞ്ഞ് ഹെൽപ്പിന് വേണ്ടി ദൈവത്താൽ ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാ. എത്ര പേർക്ക് ദൂതിനോട് പ്രതികരിക്കാൻ പറ്റും? ആ ജോലിക്ക് വേണ്ടി ദൈവം ആരെയോ നിനക്ക് വേണ്ടി അതിൻ്റെ അകത്ത് അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ഏതോ ഒരു ഡെസ്റ്റിനി ഹെൽപ്പറിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അയ്യോ, ഞാൻ ആരോടോ ദൂത് പറയുന്നു, നിന്നെ ദൈവം ആർക്കൊക്കെയോ വേണ്ടി ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന ചരിത്ര ഞാൻ ഒത്തിരി വായിപ്പിക്കുന്നില്ല, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നയമാൻ്റെ അടുക്ക ബാല്യക്കാരത്തി ഇത് പറഞ്ഞു. നയമാൻ വലിയ ഒഫീഷ്യൽ രീതിയിൽ ഏലീശയെ പോയി കണ്ടു. ഏലീശ ഒരു പ്രൊഫറ്റിക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നീ പോയി കുളിക്കണം, നീ 7 പ്രാവശ്യം കുളിക്കണം, അത് കഴിയുമ്പോൾ ശുദ്ധമാകും. അവൻ പോയി കുളിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോറിയാ. കുളിച്ചു, 7 പ്രാവശ്യം കുളിച്ചു, ശുദ്ധമായി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഒരു പൈതലിൻ്റെ, ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ലൈക്ക് എ ചൈൽഡ് സ്കിൻ. ഒരു പൈതലിൻ്റെ ത്വക്ക് പോലെ ആയി. ആരുടെ ത്വക്ക്? നയമാൻ്റെ ത്വക്ക്. നയമാൻ അങ്ങ് സന്തോഷമായി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നയമാൻ എന്തായി? ഭയങ്കര സന്തോഷമായി. കാരണം വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യാത്ത കേസാ ഒറ്റ സംഭവം കൊണ്ട് ഡീൽ ചെയ്തതെന്ന് മനസ്സിലായോ? ഞാൻ ആരോടൊക്കെയോ ദൂത് പറയണം. ഫെയ്ത്ത് സെറ്റിയിൽ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ചില വിഷയങ്ങൾ ഈ ആലയത്തിൽ കാലുവെച്ചു എന്ന കാരണത്താൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ചിലർക്ക് വിടുതലായി ഭവിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നയമാൻ അങ്ങ് ഹാപ്പിയായി. നയമാൻ പറഞ്ഞു, എന്നോട് ചോദിക്കുക എന്തോ വേണം. കാരണം പുള്ളിയുടെ ഒരു ലൈഫ് ഇഷ്യൂ ആണ് ഡീൽ ചെയ്തേക്കുന്നത്. എന്ത് ഗിഫ്റ്റും ചോദിച്ചോ ഞാൻ തരാം. ഹലോ, പണക്കിഴി വേണോ? ഞാൻ തരാം. ഡ്രസ്സ് വേണോ? ഞാൻ തരാം. അതും തരുന്ന ഡ്രസ്സ് വാനുസൈലും ലൂയി ഫിലിപ്പൊന്നും അല്ല, ലൂയി വിട്ടോണും അതുമല്ല, റോയൽ ഡ്രസ്സാ. ഹലോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? നയമാൻ പറഞ്ഞു എന്ത് ചോദിച്ചാൽ തരാം. പ്രവാചകൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നീ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എനിക്കൊന്നും ഹലോ നീ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോൾ അത് കേട്ട ഗേഹസി ഒരു ഒറ്റ ഓട്ടം ഓടി. പ്രവാചകൻ്റെ പുറയിലല്ല, വിടുതൽ കിട്ടിയ നയമാൻ്റെ പുറകെ. ഹലോ, ഗേഹസി മിടുക്കനാ. അവൻ ആ ഓട്ടത്തിൽ സമ്പാദിച്ച എന്നാന്നറിയോ? ഒരു പണക്കിഴി. ഹലോ അവൻ മിടുക്കനല്ലേ? പിന്നെ അത്രയൊക്കെ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് എന്നാ സാധനമാണ് പുള്ളി പറഞ്ഞതെന്നറിയോ? പുള്ളി അവിടെ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ യജമാനനെ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിനവൻ സുഖം തന്നെ, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരേണമേ എന്ന് പറവാൻ. അല്ലല്ലോ, എനിക്കല്ല, അവർക്ക്. അയ്യോ, ആ കഥയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പറഞ്ഞു വരുന്ന ശൈലി ഉണ്ടല്ലോ, നമ്മൾ ആ കൊടുക്കുന്ന വീണു പോകും കേട്ടോ. 50 കൊണ്ട് വരുന്നവൻ 500 ഇട്ടിട്ട് പോകും. അങ്ങനെ പറഞ്ഞു. ഹലോ, അതുകൊണ്ട് എന്നെ നോക്കി ചിരി. ഞാൻ നടക്കുന്ന കാര്യമായി പറയുന്നത്, കാണുന്ന കാര്യമായി പറയുന്നത്, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. 50 കൊണ്ട് വരുന്ന പാവം 500 ഇട്ടിട്ട് പോകും. അമ്മാതിരി പറിച്ചില്ല പറയുന്നത്. ഹലോ, സ്തോത്രം. 2 രാജാക്കന്മാർ. എനിക്ക് ഗേഹസി അങ്ങ് പറയാ നയമാൻ്റെ അടുത്ത്. നയമാൻ ഇത് കേട്ടിട്ട് 23-ാമത്തെ വാക്യം. 23. ദയ ചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. ഉടനെ എല്ലാം കഴിഞ്ഞ് നയമാൻ പറയാ, വാങ്ങണേ, ഞാൻ എന്ത് വേണമെങ്കിലും തയ്യാറാ, വാങ്ങണേ എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സത്യത്തിൽ ഏലീശയുടെ ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. ഐ വാണ്ട് യു ടു പേ അറ്റൻഷൻ. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഗേഹസി ഓടി, ഇതിനു മുമ്പ് ഗേഹസി ഓടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഓട്ടമൊന്നും എൻ്റെ കണ്ണിന് പിടിച്ചിട്ടില്ല. പക്ഷേ ഈ ഓട്ടത്തിനൊരു പ്രത്യേകത, ഈ ഓട്ടം കൊണ്ട് ഗേഹസിയുടെ കോളിംഗ് ഇല്ലാതായി.
കാരണം ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? ഏലീശ പറയുകയാണ്, നീ അവിടെ നയമാൻ്റെ പുറകെ ചേസ് ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കവറിങ്ങിൽ ഇരുന്നുകൊണ്ടാണ് നീ ഈ പണി കാണിച്ചത്. അതുകൊണ്ട് നയമാനുള്ള കുഷ്ഠം നിനക്ക് വന്നെന്ന്. വെയിറ്റ്, ഇനി നിങ്ങൾ എന്നെ കേൾക്കണം. നിങ്ങളൊന്ന് ആരാധിക്കാൻ മനസ്സോട്ടിരുന്ന ഞാനൊരു ദൂത് പറയാം. ഫെയ്ത്ത് സിറ്റിയുടെ ദയവായിട്ട് ഫെയ്ത്ത് സിറ്റിയുടെ തലമുറ എന്നെ കേൾക്കണം. ഞാനൊരു ദൂത് പറയാൻ പോവാ. പ്ലീസ്, നിങ്ങൾ ഇതുവരെ കേട്ടില്ലേലും സാരമില്ല, ഇനി ഞാൻ പറയുന്ന ദൂത് കേൾക്കണം. 2 പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഏലീശ, 2 ഗേഹസി. ഒരുത്തൻ ഓടിച്ചെന്ന് ഒരു പണക്കിഴി സമ്പാദിച്ചു, ഒരുത്തൻ ഒരായുസ് മുഴുവൻ ഓടി നടന്ന് ഒരു പുതപ്പ് സമ്പാദിച്ചു. മക്കളെ, പണക്കിഴിയുടെ പുറകെ പോവല്ലേ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ലോകമയത്തിന്റെ പുറകെ പോവല്ലേ. അത് കുഷ്ഠവ. അത് നിന്നെ കൊണ്ടേ പോത്തുള്ളൂ, നിന്നെ എങ്ങും എത്തിക്കത്തില്ല. പക്ഷെ ഏലീശ പോയതുപോലെ നീ പോയാലുണ്ടല്ലോ, ഏലീശ ഓടിയതുപോലെ നീ ഓടിയാലുണ്ടല്ലോ, ഏലിയാവിന്റെ ഇരട്ടി പങ്കുമായി അടുത്ത ശുശ്രൂഷയുടെ പകർച്ചയുമായി ചിലരെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഫെയ്ത്ത് സിറ്റിയിൽ അടുത്ത പുതപ്പിനെ പ്രാപിക്കുന്ന ചില അഭിഷിക്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു. പണക്കിഴിയുടെ പുറകെ പോകുന്നവരല്ല, പുതപ്പിന്റെ പുറകെ പോകുന്നവർ. അവിടെ ഒരു പദമുണ്ട്, 2 രാജാക്കന്മാർ 5 ഒരു പദം എഴുതിയിട്ടുണ്ട്. ആ പദം ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയം. ഏലീശ പറയുന്നൊരു പദമാണ്. എരികോവിലെ പ്രവാചക 2 രാജാക്കന്മാർ വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. 5:28 വായിച്ചേ. ഗോ ഹെഡ്. 5:25. പിന്നെ അവൻ അകത്ത് ചെന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. എന്നറിയ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയി പറഞ്ഞു. എനിക്കൊരു ദൂത് പറയണം. പ്രാർത്ഥിക്കുന്ന അമ്മമാര് കേട്ടോണം, പ്രാർത്ഥിക്കുന്ന അപ്പന്മാര് കേട്ടോണം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞ് എവിടെ പോയെന്ന് നിനക്ക് ആത്മാവിൽ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൂത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവൻ അകത്ത് കടന്ന് യജമാന്റെ മുമ്പിൽ നിന്ന് എന്നാറ ഏലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടുത്ത ഗേഹസി പറയും, ഞാനെങ്ങും പോയില്ല. പിള്ളേര് കള്ളത്തരം പിടിച്ച് കഴിയുമ്പം അപ്പനോടും അമ്മയോടും ഹലോ, കേട്ടോ തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നും ഇല്ലെന്ന്. അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹലോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഗേഹസി പറഞ്ഞു, ഞാനെങ്ങും പോയില്ലല്ലോ. ഹലോ, 26-ാമത്തെ വാക്യം. അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ഹലോ, ദ്രവ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? എന്റെ കവറിങ് നീ നിൽക്കുന്നിടത്തോളം കാലം നീ ചലിച്ചാൽ എനിക്ക് എന്റെ പ്രാർത്ഥനാ മുറി മനസ്സിലാവും. എനിക്ക് അവിടെ ആർ യു റെഡി ചർച്ച്? എന്നോട് കർത്താവ് പറയുന്നു, ചിലർ ഓടി അവരുടെ മാൻഡിലുകളെ പിടിക്കാൻ പോവാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ഏലീശയുടെ മുകളിൽ എത്ര പ്രാവശ്യം പുതപ്പ് വീണു? ഉത്തരം 2 പ്രാവശ്യം വേണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 12 കാളയുമായി എലൈഷ when he was plowing in the field. 12 കാള പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. ആദ്യത്തെ പുതപ്പ് സെലക്ഷന്റെ പുതപ്പായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആദ്യത്തെ പുതപ്പ് ഏലീശയുടെ മേൽ വീണത് സെലക്ഷന്റെ പുതപ്പായിരുന്നു. പുതപ്പ് വീണ് കഴിഞ്ഞപ്പോ അടുത്തത് അവന്റെ മേലിട്ടു. അടുത്തത് അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഹലോ, ഞാനൊരു ദൂത് പറയാം. നിന്റെ മേൽ നിന്റെ കോളിങ്ങുമായി ബന്ധപ്പെട്ട പുതപ്പ് വീണ പിന്നെ അവിടെ അങ്ങ് തപ്പിത്തടഞ്ഞ് നിൽക്കരുത്. എത്ര പേർക്ക് പറയുന്ന ദൂതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഏലിയാവ് ആദ്യത്തെ പുതപ്പിട്ടപ്പം ഏലീശ എന്നാ ഒന്ന് ഈ പുള്ളിക്കാരനെ ഒന്ന് പഠിച്ചിട്ട് പോകാം എന്നല്ല പറഞ്ഞേ, പുള്ളിക്കാരൻ്റെ മിനിസ്ട്രി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോകാം എന്നല്ല പറഞ്ഞേ, ഓടി എന്നാണ് പറഞ്ഞത്.
എന്ന് പറഞ്ഞ പുതപ്പ് വീണവൻ ഓടിയിരിക്കും. ഓ റബാർധര പ്രവർത്തമന, ആരോടൊക്കെ ആത്മാവ് ഇടപെടുന്നു. ഈ പകലിൽ നിന്റെ മേൽ ആത്മാവിന്റെ ഒരു പുതപ്പ് വീണാൽ ഒരു പക്ഷേ നിനക്ക് ഒരു പരിചയമില്ലാത്ത ആത്മതലം, ഒരു പരിചയമില്ലാത്ത ഫീൽഡ് ആയിരിക്കും, നീയുമായിട്ടൊരു ബന്ധമില്ലാത്ത ശുശ്രൂഷയായിരിക്കും. പക്ഷെ ഒരു ഓട്ടത്തിന് റെഡിയാകാൻ ഈ പകലിൽ നിന്റെ മേലൊരു പുതപ്പ് വീഴുകയാ. എനിക്ക് ആ ഭാഗത്ത് രണ്ട് ദൂത് പറയാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ, കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്നാണ് വാക്യം. എല്ലാവരും പറഞ്ഞ കാളയെ വിട്ട്. ഇതിനകത്ത് യൗവനക്കാരുണ്ടെങ്കിൽ ഐ വോണ്ട് യു ഓൾസോ ടു കൺഫെസ് ഇറ്റ് മീ ടുഗദർ. ഓൾറൈറ്റ്, കം ഓൺ, ഗോ ഹെഡ്. കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. അടുത്ത പദം, ഉടനെ ഏലിയാവിനോട് റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. സാമാന്യമായൊരു റിക്വസ്റ്റ്, ആർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റിക്വസ്റ്റ്. ഇനി എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊരു റിക്വസ്റ്റ്. ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ഒന്ന് കണ്ട്, ആ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അടുത്തത്, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. ഏലിയാവ് പെർമിഷൻ ഒക്കെ കൊടുത്തു, നീ പൊക്കോ, അപ്പനെ അമ്മയൊക്കെ കാണാൻ പൊക്കോ, പക്ഷേ നിന്റെ മേൽ വീണ പുതപ്പ് നീ മറക്കരുത്. മക്കളുമാരെന്നെ കേൾക്കുന്നുണ്ടെ കേട്ടോണം, നിങ്ങൾ കോളേജിൽ പൊക്കോ, യൂണിവേഴ്സിറ്റി പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ നിന്റെ മേൽ ദൈവം ഇട്ടേക്കുന്ന പുതപ്പ് നീ മറക്കരുത്. നിന്റെ അപ്പനും അമ്മയും കരഞ്ഞ് മുട്ടയിലിരുന്ന് നിന്റെ മേൽ ഉപവസിച്ചിട്ട പുതപ്പ് നീ മറക്കരുത്. കുഞ്ഞുനാൾ മുതലേ പ്രവാചകന്മാർ മാറി മാറി നിന്നോട് സംസാരിച്ച ദൈവശബ്ദങ്ങളുടെ പുതപ്പ് മറന്ന് നീ എങ്ങും പോയേക്കരുത്. അപ്പം ആരോട് ഇടപെടുന്നു? പോയവർ മടങ്ങി വരിക. ഏലിയാവ് പറഞ്ഞു കേട്ടോ, ഞാൻ നിന്നോട് ചെയ്തത് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഇടാത്തതാ ഞാൻ നിന്റെ മേൽ ഇട്ടതെന്ന്. മക്കളെ, വേറെ ഒത്തിരി ചെറുപ്പക്കാർ നിന്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവർക്കാർക്കും ഇല്ലാത്തതാ ദൈവം നിനക്ക് തന്നത്. മക്കളെ, ഒരുപാട് പേർക്ക് കൊതിച്ചിട്ടും കിട്ടാത്തതാണ് ദൈവം നിനക്ക് തന്നത്. അതുകൊണ്ട് ദൈവം നിന്നോട് ചെയ്ത ദൈവത്തിന്റെ ഉടമ്പടി, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ പുതപ്പ് നീ മറന്നു പോകല്ല. അടുത്തത് 21-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്ന് ഒരേർ കാളയെ പിടിച്ചറുത്തു. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ദൂത് പറയാം. കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാചകം ചെയ്തു ജനത്തിന് കൊടുത്തു, അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവനെ ശുശ്രൂഷകനായി തീർന്നു. ഹലോ, എനിക്ക് മനസ്സിലാകാത്തത്, ആദ്യം ഏലീശ ഓടി. കമോൺ, ഏലീശ ആദ്യം ഏലിയാവിന്റെ പുറകെ ഓടി, പിന്നെയും തിരിച്ചു വന്ന് കാളയെ പാകം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ഹലോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ആ കാളയെ മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു, പിന്നീട് ഏലിയാവിന് ശുശ്രൂഷകനായെന്ന് എഴുതിയിരിക്കുന്നത്. എന്തുവാ വാക്യത്തിന് അർത്ഥം? എന്താ അർത്ഥം എന്ന് പറയട്ടെ. ഏലീശ ഓടാൻ തീരുമാനിച്ചപ്പം ഏലീശയുടെ ഹൃദയത്തിൽ ഏലീശ ഉറച്ചു, മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ഇനി എന്നെ പിന്തുടരാൻ പാടില്ല. ഉണ്ടല്ലോ ചിലത് കളഞ്ഞിട്ട് വരുമ്പോൾ പറയും, ഞങ്ങളുടെ പണ്ടത്തെ പള്ളി ആയിരുന്നെങ്കിൽ, ഞങ്ങളുടെ പണ്ടത്തെ കൊയറായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് വിട്ടിട്ടില്ല, പുറകെ കിടപ്പുണ്ടെന്നാ. ഹലോ, എൻ്റെ പണ്ടത്തെ സ്വഭാവത്തിനായിരുന്നെങ്കിൽ. ഏലീശ പറഞ്ഞു, എൻ്റെ വിളിയിൽ നിന്ന് എന്നെ പുറകിലേക്ക് വലിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. അതിനി പൊങ്ങി വരാത്തതുപോലെ ഞാൻ അതിനെ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക്? ഓ റാഷദല പ്രബദന ഘടക ചസിയാര അർത്തൽ പ്രബന ഘടക സന്ദര പ്രഭാതല ഘടക. ആരോടൊക്കെ ആത്മാവ് ദൂതടപെടുന്നു. നീ 10 സ്റ്റെപ്പ് മുൻപിലേക്ക് വെക്കുമ്പോൾ, 8 സ്റ്റെപ്പ് നിന്നെ പുറകിലേക്ക് വലിക്കുന്ന ആ കാളയുടെ പിന്തുടർച്ചകൾ, ആ വ്യാപാരങ്ങൾ, ആ ഇട്ടിട്ട് പോയ കളഞ്ഞ ബന്ധനങ്ങൾ വീണ്ടും നിന്നെ പിന്തുടരുന്നെങ്കിൽ today is a day where you should consume it in the name of Jesus. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ.
എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹലോ, എൻ്റെ കൂടെ വരുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഏലിയാവിന് ഏലീശ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഏലീശ ഉറപ്പാക്കി, ഇനി ഒരു കാളയുടെ ഓർമ്മയും എന്നെ പിന്തുടരാൻ പാടില്ല. ഇനി ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും എൻ്റെ ഓർമ്മയിൽ പോലും വരാൻ പാടില്ല. ഒരു കാളയുടെ സ്മെല്ലും ഞാൻ കണ്ടുകൊണ്ടിരുന്ന, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാപ സ്വഭാവത്തിൻ്റെ മണവും ഇനി എന്നെ പിന്തുടരാൻ പാടില്ല എന്ന് ഏലീശ ഉറപ്പാക്കി. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇടപെടുന്നു. നിന്റെ വിളിക്ക് വീക്കിനെ നിന്ന് നിന്നെ പുറകിലേക്ക് വലിക്കുന്ന ബന്ധനങ്ങളായി നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ ഈ ആരാധനയിൽ നിനക്ക് വെട്ടി. ഓ ഷാധാരാസ് ലെബ്രാസത്തെ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നമ്മൾ രണ്ടുപേരെയാണ് ചിന്തിച്ചത്, ഗേഹസിയും ഏലീശയും. ആണോ? എനിക്ക് ഒറ്റ ദൂതും കൂടെ പറയാം പ്രാർത്ഥിക്കാൻ. ആർ യു റെഡി ചർച്ച്? ആർ യു റെഡി ഫോർ എ മാന്റോ? പാസ്റ്റർ, ഞാനൊരു നിയോഗത്തിൽ ചോദിക്കാം, പാസ്റ്റേഴ്സിനൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒന്ന് ലീഡേഴ്സ് ഒന്ന് ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഓൾട്ടർ കോളിന് വിളിക്കാൻ പോവാം. നിങ്ങളൊന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഏലിയാവിൻ്റെ നിങ്ങൾക്ക് ആ സ്റ്റോറി എല്ലാം അറിയാം. കാര്യങ്ങൾ മുൻപോട്ട് പോവാം. ക്ലൈമാക്സിൽ എത്തുന്ന ഒരു ഭാഗം ഏലിയാവ് തന്നെ പറഞ്ഞു, ഏലീശയോട് പറഞ്ഞു, എടാ കൊച്ചനെ, ഞാൻ പോകാൻ പോവാ, ഞാൻ എടുക്കപ്പെടാൻ പോവാ, നീ എന്ത് ചെയ്തോ, നീ പൊക്കോ. നിങ്ങൾക്കറിയാമോ, 4 ജംഗ്ഷനിൽ വെച്ച് ഏലിയാവ് ഏലീശയോട് കമ്പൽ ചെയ്യാണ്. ആദ്യം ഗിൽഗാലിൽ വെച്ച്, ഞാൻ ഈ പറയുന്ന ചരിത്രം 2 രാജാക്കന്മാരിൽ കിടപ്പുണ്ട്. ഓക്കെ, 2 രാജാക്കന്മാർ 2 ചരിത്രമായി പറയുന്നത്. ഓക്കെ, 1 ഗിൽഗാലിൽ വെച്ച് ഏലിയാവ് ഏലീശയെ കമ്പൽ ചെയ്യാണ്. എടാ കൊച്ചനെ, നീ പൊക്കോ, ഞാൻ എടുക്കപ്പെടാൻ പോവാ, നീ പൊക്കോ. ഇവൻ പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോ, നിന്നാണ് എൻ്റെ ദൈവത്താണ്, ഞാൻ യജമാനെ വിട്ടു പോത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അടുത്ത ജംഗ്ഷൻ ബഥേലിലെത്തുക. ബഥേലിലെത്തിയപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ബഥേലിലെത്തി. അവിടെ എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഗിൽഗാലിൽ നിന്ന് ഏലിയാവ്, ആർ യു റെഡി ചർച്ച്? കം ഓൺ, ആർ യു റെഡി? ആർ യു റെഡി ഫോർ സംതിങ് പ്രൊഫറ്റിക്? ആർ യു? സ്വോത്രം ബാബുങ്ങളെ. ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പദം എന്നാണെന്നറിയോ? ഏലിയാവ് ഏലീശയും പോയപ്പോൾ ബഥേലിൽ വെച്ചും ഏലിയാവ് പ്രവാചക ശിഷ്യന്മാരെ കണ്ട്. മനസ്സിലായില്ല കേട്ടോ. അടുത്ത ജംഗ്ഷൻ ജെറീക്കോവിലെത്തിയപ്പോൾ അവിടെയും കണ്ട്. ജെറിക്കോമല്ല, എരിഹോവിലെത്തിയപ്പോൾ അവിടെയും പ്രവാചക ശിഷ്യന്മാരെ കണ്ടു. കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി യോർദാനിലെത്തിയപ്പോൾ അവിടെയും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ദ മിനിസ്ട്രി ഓഫ് എലൈജ വാസ് നോട്ട് ലോക്കൽ, ഇറ്റ് വാസ് ഇന്റർനാഷണൽ. ഐ പ്രേ, നിങ്ങൾ ഫെയ്ത്ത് സിറ്റിയിൽ നിന്ന് ഏത് രാജ്യത്ത് പോയാലും ഫെയ്ത്ത് സിറ്റിയിൽ ഒരാളെങ്കിലും നീ നീ ഏത് പട്ടണത്തിൽ ഇറങ്ങിയാലും അവിടെ നിനക്ക് ഹെൽപ്പിന് വേണ്ടി ഒരു ഫെയ്ത്ത് സിറ്റിക്കാരൻ ഉണ്ടാകും. ഇനി ഞാൻ എൻ്റെ ദൂതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 4 ജംഗ്ഷനിലെത്തി. യജമാനൻ തന്നെ, ഏലിയാവ് തന്നെ ഏലീശയെ നിർബന്ധിക്കുകയാണ്, എടാ നീ പൊക്കോ. എന്നാൽ 4 ജംഗ്ഷനിലെത്തി. 4 ഗിൽഗാലെത്തി, ബഥേലെത്തി, എരിഹോവെത്തി, യോർദാനെത്തി. 4 ജംഗ്ഷനിലെത്തിയിട്ട് ഇവൻ പോയില്ല. ഹലോ. എന്നാൽ ബാക്കിയുള്ള പ്രവാചക ശിഷ്യന്മാരെല്ലാം പോവുകയും ചെയ്തു. എന്താ കാര്യം? ഹലോ, ഉത്തരം പറയട്ടെ. കാരണം അവരൊക്കെ പ്രവാചക ശിഷ്യന്മാരായിരുന്നു, അതുകൊണ്ടാണ് പോയെ. മനസ്സിലായില്ലല്ലേ? അത്യാവശ്യം ഒരു പ്രവചനം പറയാനും ഒരു ചർച്ച നടത്താനുള്ള സെറ്റപ്പൊക്കെ അവന്മാർക്ക് കിട്ടി, അതുകൊണ്ടാണ് അവന്മാർ പോയെ. സ്വോത്രം പറഞ്ഞില്ല. അത്യാവശ്യം അവന്മാർക്ക് കിട്ടേണ്ടതല്ല അവന്മാർക്ക് കിട്ടി. അതുകൊണ്ട് ബൈബിൾ സ്കൂൾ നടത്താനുള്ള അത്യാവശ്യം പകർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അവർ പ്രവാചക ശിഷ്യന്മാരാ. അവരും 2 ദൂതൊക്കെ പറയും. ഹലോ, അവരും 2 ദൂതൊക്കെ. അവർ ബഥേൽ ഇന്റർനാഷണൽ മിനിസ്ട്രി, ജെറീക്കോ ഇന്റർനാഷണൽ മിനിസ്ട്രി, എൻ്റെ കൂടെ വരും, ജോർഡാൻ നാഷണൽ മിനിസ്ട്രി, വേൾഡ് വൈഡ്. അവർക്ക് അത്യാവശ്യ സംഭവങ്ങളൊക്കെ കിട്ടി, അതുകൊണ്ടാണ് അവർ പോയേ. പക്ഷെ ഏലീശയോട് ഞാൻ ചോദിച്ചു, താങ്കൾ എന്താ പോവാൻ? ഏലീശ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? പാസ്റ്റർ, എനിക്ക് അത്യാവശ്യം കിട്ടിയാൽ പോരാ, എനിക്ക് ഇരട്ടി പങ്ക് വേണം.
എത്ര പേര് പ്രവചിക്കും? എത്ര പേര് ആത്മാവി കൊതിക്കും എനിക്കൊരു ഇരട്ടി പങ്ക് വേണം, ഇതുവരെ ചെയ്തതിനേക്കാൾ അധികം ചെയ്യാൻ എൻ്റെ മേലൊരു ബലം വേണം? അങ്ങനെ പറയുന്നവർ മാത്രം ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് ആത്മാവിലൊന്ന് പോരാടാൻ പോവാ. എനിക്കൊരു പുതപ്പ് വേണം, ഇതുവരെ ചെയ്യാത്തത് ചെയ്യാൻ എനിക്കൊരു പുതപ്പ് വേണം, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണാൻ എനിക്കൊരു കണ്ണു വേണം. ഏലിയാവ് എവിടെ ചെയ്ത് നിർത്തിയോ അവിടെ ചെയ്ത് തുടങ്ങാൻ ഫെയ്ത്ത് സിറ്റിക്ക് ഒരു പുതപ്പ് വേണം. വിശ്വസിക്കുന്നവർ രണ്ട് കരം തട്ടി വാ തുറന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഏതൊക്കെയോ ഗേഹസിമാർ പണക്കിഴി കൊണ്ട് അവസാനിച്ചപ്പോൾ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്നെ വിളിച്ചത് പണക്കിഴി കൊണ്ട് അവസാനിക്കാനല്ല, നിന്നെ വിളിച്ചത് കുഷ്ഠം കൊണ്ട് അവസാനിക്കാനല്ല, നിന്നെ വിളിച്ചത് പുതപ്പുമായി സഞ്ചരിക്കാനാണ്. ആത്മാവിന്റെ പുതപ്പ് അർത്തല ബൗഡവ ജാലക രംശല ബൗഷവ ലാതല ബൗഷിവ ലംതിലി ബൗഡവ രംദേ അർത്തൽ കട 2026 ഫെയ്ത്ത് സിറ്റിക്ക് പുതപ്പിന്റെ സമയമാണ്. Somebody say louder, mantle, the time of mantle. ആത്മാവിന്റെ പുതപ്പ്. പണക്കിഴിയുടെ പുറകെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ഉറക്കം കളഞ്ഞത്, നീ ഉപവസിച്ചത്, നീ പ്രാർത്ഥിച്ചത് പുതപ്പിന് വേണ്ടിയാണ്. ഫിലിപ്പോസേ, ഏതോ ശമരിയയുടെ ലോക്കലിൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം വിളിച്ചത് എടുത്തുകൊള്ളപ്പെടാൻ, നിന്നെ ദൈവം വിളിച്ചത് അസ്തോദിലെത്താൻ. നിന്റെ ശുശ്രൂഷ ശമരിയെ കൊണ്ട് തീരില്ല. ഫിലിപ്പോസേ, തേരിനോട് കൂടെ ഓടിയ നീ, ആത്മാവിന്റെ ശബ്ദം കേട്ട് ഓടിയ നീ, ശമരിയെ കൊണ്ട് തീരില്ല, നിർജ്ജനെ കൊണ്ട് തീരില്ല. ഓ ശബനാ ധബല റബദ ജബദ ലഗന റബദ ഓ ശബലഗദ ലബദ ജലഗദ പുതപ്പുകൾ വീഴട്ടെ. പണക്കിടിയോടുള്ള എല്ലാ ഭ്രമവും മാറട്ടെ, പണക്കിടിയോടുള്ള ഭ്രമങ്ങൾ മാറട്ടെ. ലോകമയത്വത്തിന് വേണ്ടി ഓടുന്ന ഗേഹസിമാരല്ല, പുതപ്പിന് വേണ്ടി ഓടുന്ന എലീശമാർ. ഓ സ്വാധന പ്രവർത്തന അധികാര ഈഗോയിൽ ഒതുങ്ങിപ്പോകുന്ന ആളുകളായിട്ടല്ല, ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഫിലിപ്പോസുമാർ ഇന്ന് പകലിൽ ഓടുന്നു. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വെല്ലുവിളിക്കുന്ന പാമ്പിന്റെ ശക്തികളെ ഇപ്പോൾ എല്ലാ ആഭിചാര മന്ത്രവാദ ശക്തികൾ, മത്സരബുദ്ധി പോലെ ഉയർന്നു നിൽക്കുന്ന ആഭിചാര ശക്തികൾ ജനത്തിന്റെ ശ്രദ്ധയെ ദൈവപ്രവൃത്തിയിൽ നിന്ന്, ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് ഒരു തലമുറയെ തട്ടിക്കൊണ്ടു പോകുന്ന ആഭിചാര വ്യാപാരങ്ങളെ നമ്മുടെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അണ പൊട്ടി ഒഴുകുന്നത് പോലെ ദൂതുകളുടെ ഒരു പ്രളയം ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നതോർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയായിരുന്നു, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് മാത്രം ദൈവം നമ്മെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന എല്ലാ ദൂതുകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഫിലിപ്പോസിൻ്റെ കുടുംബങ്ങൾ പോലെയാകട്ടെ. നമ്മുടെ തലമുറകളെല്ലാം എലീശയെ പോലെ പുതപ്പിൻ്റെ പുറകെ പോകുന്ന തലമുറ, ഇരട്ടി ആത്മാവിനെ പ്രാപിച്ച ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ നിന്ന് തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ ദൂതുകൾ നിങ്ങൾ ഇതെല്ലാം ആവർത്തിച്ച് ഇവിടെ ദൈവം നൽകി തന്ന സകല മെസ്സേജുകളും സകല ദൂതുകളും കേട്ട് നിങ്ങൾ എഴുതിയെടുത്ത് വെച്ച് കരം വെച്ച് പ്രാർത്ഥിക്കണം.
സ്വതന്ത്രം ഇവിടെ പൊതുവിൽ പറഞ്ഞുവെങ്കിലും അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലും അത് നിറവേറണം. ഹല്ലേലൂയ. എത്ര പേർ അങ്ങനെ ചെയ്യും? കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷിത അഭിഷിക്തദാസന് ഒരു മൊമെൻറ്റോ കൊടുക്കാനായിട്ട് കർത്തൻ്റെ ദാസൻ ജയപ്രകാശ് മുന്നോട്ട് വന്നാട്ടെ. അഭിഷിക്തൻ എഴുന്നേറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. തുടർന്ന് നമുക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കർത്തൻ്റെ ദാസൻ സനൽ രാജനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. പകൽ മൈകസ്തംഭം വിരിച്ച് രാത്രി അഗ്നിതൂണ് നിർത്തി അനുദിനം അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ആരംഭിച്ച സമയം മുതൽ ഈ മൂന്നാമത്തെ സെഷൻ്റെ ഈ സമയം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ശക്തിയോടെ ചലിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകലക്കാലം അഭിഷിച്ച ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ ആഴമേറിയ ദൈവിക ദൂതുകൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ നിലയിൽ ഇന്ന് പകലക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. വ്യക്തിപരമായി കുടുംബങ്ങളോട്, സഭയോട് ഞങ്ങളെ തൊട്ടുണർത്തിയ എല്ലാ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഗഗസിയെ പോലെ പണത്തിനും പദവിക്കും വേണ്ടി ഓടുന്നവരായിട്ടല്ല, ഈ ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും പ്രപഞ്ചമോഹങ്ങളെയും സകലത്തെയും വർജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ആത്മാവിൽ ഓടിക്കറിയ ദൈവിക വാഴ്ത്തത്വങ്ങളിലേക്ക് ഞങ്ങളെയും കൈപിടിച്ച് നടത്തുമാറാകണമെന്ന് അവിടുത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്ന പകലക്കാലം വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പിന്നെയും പ്രകാശമായി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകലക്കാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സീനിയർ ശുശ്രൂഷകനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പകലക്കാലത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത് അഭിഷിക്തദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും തലമുറകളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി യോഗത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അല്പസമയത്തേക്ക് ഞങ്ങൾ പിരിയുന്നുവെങ്കിലും പിരിയാത്ത ആത്മാവിൻ്റെ ബന്ധം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. മാനം മഹത്വം എല്ലാം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ അൻപാർന്ന നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആശീർവാദത്തിനായിട്ട് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് അരുളി ചെയ്ത നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ദിനം തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലും കാവലും നാം ഓരോരുത്തരോടും നമ്മുടെ മധ്യവചന ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമേൻ. ഈ പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.